ഹലോ തേർഡ് ഇയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ അഗെയിൻ സൈക്കാട്രിക് നഴ്സിങ്ങിലേക്ക് വരികയാണ്. നമ്മളുടെ പോർഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം മെയിൻലി ഒരു പുതിയ യൂണിറ്റിൽ ഈറ്റിംഗ് ഡിസോർഡർ എന്നുള്ള പറയുന്ന ഡിസീസ് കണ്ടീഷനാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഈറ്റിംഗ് ഡിസോർഡർ. ഓക്കെ, ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇറ്റ് ഈസ് എ പ്രൈമറി തിങ് എവരിബഡി ഈസ് ഡൂയിങ് ഡെയിലി, ഇസ് ഇറ്റ് നോട്ട്? ബട്ട് സംടൈംസ് ദിസ് പ്രോസസ് ക്യാൻ ഓൾസോ ബി അബ്നോർമൽ. Intake of food and related behavior of taking food and also can be abnormal in certain individuals. So there comes the importance of eating disorder. Okay, നമുക്ക് എല്ലാവർക്കും തോന്നുന്നു എന്താണ് ഈ ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ? അതായത് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഈറ്റിംഗിൽ കാണിക്കുവാണെങ്കിൽ, അതായത് ഭക്ഷണം ഉപയോഗിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി പല ബിഹേവിയറൽ പ്രോബ്ലമായിട്ടും ആൾക്കാർ കാണിക്കാറുണ്ട്. അത് ഒരു ഡിസീസ് കണ്ടീഷൻ്റെ ഭാഗമാണ്. അത് പല പല പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസും ഒക്കെ ആ തരത്തിൽ ഭക്ഷണം കഴിക്കുന്നതിലുണ്ടാക്കും. അപ്പോൾ അതാണ് നമ്മൾ സൈക്യാട്രിയിലെ ഈറ്റിംഗ് ഡിസോർഡറായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോഴും ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈറ്റിംഗ് ഡിസോർഡർ, അതിനകത്ത് സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പിന്നെ എത്ര തരം ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്, ഇതൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്താണ് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് ചോദിച്ചാൽ, ഈറ്റിംഗ് ഡിസോർഡർ ഈസ് എനി സൈക്കോളജിക്കൽ കണ്ടീഷൻ characterized by abnormal eating habits that involves either insufficient or excessive food intake to the detriment of an individual's physical or emotional health. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ഓർ ഇമോഷണൽ ഹെൽത്തിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കോൺസിക്വൻസ്, അതായത് നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാകുന്ന തരത്തിലുള്ള ബിഹേവിയർ, അബ്നോർമാലിറ്റി ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു തരം പ്രത്യേകം ഇതൊരു സൈക്കോളജിക്കൽ കണ്ടീഷനാണ്. അതായത് സൈക്കോളജിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അത് നോർമൽ സൈക്കോളജി അല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സൈക്കോളജിക്കൽ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ അബ്നോർമൽ ഈറ്റിംഗ് ഹാബിറ്റ്സ്. അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് അബ്നോർമലാണ്. അത് രോഗത്തിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്നതാകാം, അല്ലാതെയും വരുന്നുണ്ട്. പക്ഷേ എന്നാലും അത് രോഗത്തിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് വന്ന് അബ്നോർമൽ ബിഹേവിയർ കൂടുതൽ ആ വ്യക്തിക്ക് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ, അതായത് ശാരീരികമായും മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ അതിനൊരു ഡിസോർഡറായിട്ട് കൺസിഡർ ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും വേണ്ട അവസ്ഥ വരുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ പറയുന്നത്. ഈറ്റിംഗ് ഡിസോർഡർ ഈസ് എനി സൈക്കോളജിക്കൽ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ, അതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് പറയുന്നത്, അബ്നോർമൽ ഈറ്റിംഗ് ഹാബിറ്റ് ദാറ്റ് ഇൻവോൾവ്സ് ഐദർ ഇൻസഫിഷ്യൻറ്റ് ഓർ എക്സസീവ് ഫുഡ് ഇൻടേക്ക്. അതായത് ഇതിനകത്ത് അബ്നോർമൽ ബിഹേവിയർ അവരെങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്നുകിൽ അവർ വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കത്തുള്ളൂ, അതായത് ബോഡിക്ക് വേണ്ടത്രയും ഭക്ഷണം അവർ കഴിക്കുന്നില്ല, അത് അബ്നോർമൽ ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ച് ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് രണ്ടാണ് ഈ പറയുന്ന അബ്നോർമൽ ഈറ്റിംഗ് ഹാബിറ്റിനകത്ത് മെയിൻലി വ്യക്തിയുടെ ബിഹേവിയർ എങ്ങനെയാണ് അബ്നോർമൽ ആകുന്നത് കാണിക്കുന്നത്. ഐദർ ദ പേഴ്സൺ ഈസ് ടേക്കിംഗ് എക്സസീവ് ഫുഡ് ഓർ ദ പേഴ്സൺ ഈസ് നോട്ട് ടേക്കിംഗ് സഫിഷ്യൻറ്റ് ഫുഡ് വിച്ച് ഇസ് നീഡഡ് ഫോർ ദി ബോഡി. അപ്പോൾ ഈ അബ്നോർമൽ ബിഹേവിയർ കൊണ്ടുണ്ടാകുന്ന അത് പേഷ്യൻറ്റിൽ തന്നെ പല സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണ് അതിനെ ഒരു രോഗമായിട്ട് കണക്കാക്കുന്നതും ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നതും. ഓക്കെ, അതാണ് ഡെഫിനിഷനിൽ പറയുന്നത്. ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഈറ്റിംഗ് ഡിസോർഡർ ഈസ് എനി സൈക്കോളജിക്കൽ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ അബ്നോർമൽ ഈറ്റിംഗ് ഹാബിറ്റ്സ് ദാറ്റ് ഇൻവോൾവ്സ് ഐദർ ഇൻസഫിഷ്യൻറ്റ് or excessive food intake to the detriment of an individual's physical, emotional health. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ. ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അതിൻ്റെ സ്ഥിതിവിവര കണക്കുകളൊക്കെ നോക്കിയാൽ ഇത് എത്രമാത്രം ആരിലൊക്കെയാണ് കൂടുതൽ കുറവെന്ന് നമുക്ക് അറിയാൻ പറ്റും. ദാറ്റ് ഈസ് ഇറ്റ് അഫക്ട്സ് ഓൾ സോഷ്യോ എക്കണോമിക് ലെവൽസ്. അതായത് എല്ലാ സോഷ്യോ എക്കണോമിക് ലെവലിലുള്ള ആൾക്കാരെ ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് പാവങ്ങളെന്നോ പണക്കാരെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരിലും ഈ പറയുന്ന പ്രോബ്ലം ഉണ്ടാകാം. അതുകൂടാതെ പിന്നെ 40% ഓഫ് 9 to 10 years old girls are more affected. ഓക്കെ, അത് കൂടുതലും കാണുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, അത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ പറയുന്നത് 40% ഓഫ് 9 to 10 എന്നുള്ളതിന് പകരം 9 to 10 years of old girls who are more affected.
മനസ്സിലായോ? പിന്നെ ഇറ്റ് ഹാസ് ഹയസ്റ്റ് മോർട്ടാലിറ്റി റേറ്റ് ഓഫ് എനി സൈക്യാട്രിക് ഡിസോർഡേഴ്സ്. അതായത് സൈക്യാട്രിക് ഡിസോർഡർ സാധാരണയായിട്ട് ഒരുപാട് രോഗമൊന്നും ഉണ്ടാക്കുന്ന, മോർട്ടാലിറ്റി റേറ്റ് ഒന്നും ഉണ്ടാക്കുന്ന ഡിസീസ് അല്ല നമ്മുടെ സൈക്യാട്രിക് ഡിസീസ്. ഇപ്പോൾ ഹാർട്ട് ഡിസീസോ ലങ് ഡിസീസോ അങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷൻ ഡിസീസിനെ പോലെ തന്നെ ഒരുപാട് മോർട്ടാലിറ്റി റേറ്റ് ഒന്നും, ഇപ്പോൾ ഷിസോഫ്രനിക് പേഷ്യൻ്റാണെങ്കിലും അവരൊക്കെ ക്രോണിക് പേഷ്യൻ്റ്, എന്നാലും പെട്ടെന്ന് മരിച്ചു പോകുന്ന കണ്ടീഷനൊന്നും അല്ല മാനസിക രോഗികളുടെ കണ്ടീഷനൊന്നും തന്നെ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഈ ഒരു ഡിസീസ്, ഈ പറയുന്ന ഡിസീസ് കണ്ടീഷൻ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടാക്കാവുന്ന ഒരു മാനസിക രോഗമാണ്. അതാണ് പറയുന്നത് ഇറ്റ് ഹാസ് ഹയസ്റ്റ് മോർട്ടാലിറ്റി റേറ്റ് ഓഫ് എനി സൈക്യാട്രിക് ഡിസോർഡേഴ്സ്. മറ്റുള്ള സൈക്യാട്രിക് ഡിസോർഡേഴ്സിൽ വരുന്നതിനേക്കാട്ടിൽ കൂടുതൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മരണം സംഭവിക്കാനുള്ള കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണിത്. ഓക്കെ, ദെൻ ദ മോർട്ടാലിറ്റി റേറ്റ് ഓഫ് അനറക്സിയ നെർവോസ ഈസ് 4% ആൻഡ് ബുളീമിയ നെർവോസ ഈസ് 3.9%. ഈ അനറക്സിയ നെർവോസ ആൻഡ് ബുളീമിയ നെർവോസ എന്ന് പറയുന്നത് ഈറ്റിംഗ് ഡിസോർഡറിൻ്റെ പേരാണ്. നിങ്ങളത് കണ്ട് വണ്ടടിക്കേണ്ട, അത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയിൽ പറയുന്ന അനറക്സിയ നെർവോസ എന്ന് പറയുന്ന തരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡർ 4% ആണെന്നും, ബുളീമിയ നെർവോസ അതും വേറൊരു തരം സൈക്കാട്രിക് ഈറ്റിംഗ് ഡിസോർഡറാണ്, അത് 3.9% ആണ് മോർട്ടാലിറ്റി റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ദ മോർട്ടാലിറ്റി റേറ്റ് ഓഫ് അനറക്സിയ നെർവോസ ഈസ് 4% ആൻഡ് ബുളീമിയ നെർവോസ ഈസ് 3.9%. ഓക്കെ, ഇനി അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഇനി ടൈപ്സ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡർ. ഈ ടൈപ്സ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡറിൽ ഇത് എത്ര തരം ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടെന്ന് നോക്കിയാൽ, ഫസ്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞ പേര് അനറക്സിയ നെർവോസ, സെക്കൻഡ് ഈസ് ബുളീമിയ നെർവോസ, അത് ഞാൻ ഇച്ചിരി മുമ്പ് മെൻഷൻ ചെയ്തത്. പിന്നെ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ, പൈക്ക, ഒബിസിറ്റി, ഇങ്ങനെ 5 എണ്ണമാണ് ഇതിനകത്ത് പെടുത്തിയേക്കുന്നതെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കൂടുതൽ ആശുപത്രിയിൽ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിന് വരുന്നതൊക്കെ ആദ്യം പറഞ്ഞ 2 കണ്ടീഷനാണ്. അതായത് അനറക്സിയ നെർവോസ, ബുളീമിയ നെർവോസ. അതിനെപ്പറ്റിയാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ സാധാരണ OPDയിലൊക്കെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണാൻ വരുന്ന തരം ഈറ്റിംഗ് ഡിസോർഡറുള്ള പേഷ്യൻസ് ആദ്യം പറഞ്ഞ 2 തരമാണ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡർ? അനറക്സിയ നെർവോസ, ബുളീമിയ നെർവോസ ആൻഡ് ബിഞ്ച് ഈറ്റിംഗ് ആൻഡ് പൈക്ക ആൻഡ് ഒബിസിറ്റി. അപ്പോൾ അത്രയാണ് ടൈപ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് എന്താണ് ഈ അനറക്സിയ നെർവോസ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അനറക്സിയ നെർവോസ എന്ന് പറഞ്ഞാൽ അനറക്സിയ നെർവോസ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈലി സ്പെസിഫിക് ബിഹേവിയർ ആൻഡ് സൈക്കോളജിക്കൽ സിംറ്റംസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് സൊമാറ്റിക് സൈൻസ് സച്ച് ആസ് ഡ്രെഡ് ഓഫ് ഫാറ്റ്നെസ്, വെയ്റ്റ് ഫോബിയ ആൻഡ് എ ഡ്രൈവ് ഫോർ തിൻനെസ്. മനസ്സിലായോ? അതായത് ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് അതായത് ദിസ് അനറക്സിയ നെർവോസ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈലി സ്പെസിഫിക് ബിഹേവിയർ. അതായത് ഹൈലി സ്പെസിഫിക്, അതിൽ പ്രത്യേകതരം പെരുമാറ്റം അവർ കാണിക്കുക. ആൻഡ് സൈക്കോളജിക്കൽ സിംറ്റംസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് സോമാറ്റിക് സയൻസ്. സോമാറ്റിക് സയൻസ് എന്ന് പറഞ്ഞാൽ സോമ മീൻസ് ബോഡി, സോമാറ്റിക് സയൻസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പ്രകടമാക്കുന്ന ചില പ്രത്യേകതരം സയൻസ് അവർ കാണിക്കും. സയൻസ് സച്ചാസ് significant cosmetic signs such as dread of fatness, weight phobia and a drive for thinness. അതായത് അവർക്ക് ശരീരത്തിന് വണ്ണം ഉണ്ടാകുക അല്ലെങ്കിൽ തടി വെക്കുക എന്ന് പറയുന്നതിന് അകാരണമായ ഭയമാണ്. അതായത് എനിക്ക് ഒത്തിരി വണ്ണം വേണ്ട എന്നുള്ളൊരു തോന്നൽ അവർക്ക് എത്ര മനസ്സിലായി. ഞാൻ തിന്നായിട്ടിരുന്നാൽ മതി, അതാണ് ശരീരത്തിൻ്റെ ബ്യൂട്ടിക്ക് നല്ലത്, എനിക്കൊരിക്കലും വണ്ണം വേണ്ട, അത് അബ്നോർമൽ ആണെന്നുള്ളൊരു ധാരണ ആ കുട്ടിയുടെ മനസ്സിൽ കയറി പറ്റിയേക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് സയൻസ് സച്ച് ആസ് ഡ്രെഡ് എന്ന് പറഞ്ഞാൽ ഭയം ഓഫ് ഫാറ്റ്നസ്. അപ്പോൾ ഇങ്ങനെ ഈ ശരീരം വണ്ണം വെക്കുന്നതിനെ പറ്റി അവർ പേടിക്കുന്നുണ്ട്, അവരൊന്നും കഴിക്കത്തില്ല. അങ്ങനെ ഈവൻ ശരീരത്തിന് വേണ്ട കാലറി റിക്വയർമെൻറ്റ് പോലും ഡെയിലി അവരുടെ അകത്ത് എത്തുന്നില്ല. അത് എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് ഭയങ്കര ഭയം, അയ്യോ എനിക്ക് തടി വെക്കുമോ എന്നുള്ള പേടിയായതുകൊണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത് ഡ്രെഡ് ഓഫ് ഫാറ്റ്നസ്, വെയ്റ്റ് ഫോബിയ, അതായത് വണ്ണം കൂടിപ്പോകുമോ എന്നുള്ള അകാരണമായ ഭയം. അത് അകാരണമായ ഭയമാണ്, അതുകൊണ്ട് തന്നെ ഫോബിയ എന്ന് പറയുന്നത്. കാരണം നോർമലായിട്ടൊരു വെയിറ്റ് നമുക്കറിയാം, ഒരു വ്യക്തിയുടെ പ്രായവും ഏജും ഒക്കെ അനുസരിച്ച് ഫിസിക്കൽ ലെങ്തും ഹൈറ്റും ഒക്കെ അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക വെയിറ്റ് വേണം, ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റ് വേണം. അതില്ലെങ്കിൽ നമ്മൾ അണ്ടർ വെയിറ്റ് പേഴ്സണും അതിൻ്റേതായ ചില കോൺസിക്വൻസും പ്രോബ്ലമും ഒക്കെ ഒരു വ്യക്തിക്ക് ഉണ്ടാകാം, സ്റ്റാൻഡേർഡ് വെയിറ്റ് ഇല്ലെങ്കിൽ, ഇല്ലേ? അപ്പം അങ്ങനെ വരുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് ഈവൻ ആ സ്റ്റാൻഡേർഡ് വെയിറ്റ് പോലും അവർക്ക് അമിതവണ്ണമാണെന്ന് തോന്നിയ ഒരു തോന്നൽ അവരുടെ മനസ്സിൽ. അതുകൊണ്ട് അവരൊരു കാരണവശാലും അല്ലെങ്കിൽ ഒരു ഫാറ്റ് അല്ലെങ്കിൽ വണ്ണം വെക്കുക എന്നുള്ള ഒരു സിറ്റുവേഷനെ അവർ അകാരണമായിട്ട് ഭയപ്പെടുന്നു. അതാണ് പറയുന്നത് വെയ്റ്റ് ഫോബിയ എന്ന് പറഞ്ഞാൽ. വെയ്റ്റ് ഫോബിയ ആൻഡ് എ ഡ്രൈവ് ഫോർ തിൻനെസ്.
തിന്നസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ലീനായിട്ടുള്ള ശരീരാവസ്ഥയാണ് നമ്മൾ തിന്നസ് എന്ന് പറയുന്നത്. അതായത് മെലിഞ്ഞ ശരീരപ്രകൃതം. അങ്ങനെ ഒരു ശരീരപ്രകൃതം മതി എന്നുള്ളൊരു തോന്നലാണ് അവർക്ക്. അപ്പോൾ അതിനുവേണ്ടി അവർ എന്ത് കാര്യങ്ങളും ചെയ്യും. അതാണ് ഈ ഡിസീസിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഒരു കാരണവശാലും വണ്ണം വെക്കാൻ പാടില്ല. വണ്ണം അല്ലെങ്കിൽ തടിയെ അവർ ശരീരത്തിന് തടി വെക്കുന്നതിനെ അവർ ഭയപ്പെടുന്നു അകാരണമായി. തന്നെയല്ല, കഴിയുന്നത്രയും വണ്ണം കുറയ്ക്കണം, ഞാൻ വളരെ തിന്നാകണം, അതാണ് എനിക്ക് ഏറ്റവും നല്ലതെന്നുള്ളൊരു കൺസെപ്റ്റ്, അതാണ് ഭംഗി, വൃത്തി, സൗന്ദര്യം എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റ് മനസ്സിൽ കയറിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവർ ഈ തടി വെക്കുന്നതിനെ ഭയപ്പെടുന്നതും അകാരണമായിട്ട് ഭയപ്പെടുന്നതും ഏറ്റവും മാക്സിമം തിന്നാകാൻ ശ്രമിക്കുന്നതും. മനസ്സിലായോ? അപ്പോൾ അത് ഈ ഡിസീസ് കണ്ടീഷൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ അബ്നോർമാലിറ്റി ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് തടിയില്ലല്ലോ. അപ്പോൾ ചൈൽഡ് ദ പേഴ്സൺ വിൽ ബി ഓൾവേസ് അണ്ടർ വെയ്റ്റ്. ആ അണ്ടർ വെയ്റ്റ് ആയി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാമല്ലോ. കലോറിക് ഇൻടേക്ക് കൂടുതലാണ്, ആവശ്യത്തിന് എനർജി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷണൽ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ, അങ്ങനെ ഒരുപാട് മിനറൽ ഇല്ലെങ്കിൽ അതിൻ്റേതായ ഡിസോർഡർ ഉണ്ട്. നമ്മളെല്ലാം നമ്മൾ ന്യൂട്രീഷനൊക്കെ പഠിക്കുന്നതാണ്. ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരാൾ കഴിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് റിക്വയർഡ് വെയിറ്റ് വരത്തുള്ളൂ. അത് പെർ ഡേ ഇത്ര കലോറി, അവരുടെ ഏജ് അനുസരിച്ചും അവരുടെ തൂക്കമോ അല്ലെങ്കിൽ അവരുടെ ഭാരമോ ഒക്കെ അനുസരിച്ച് അവർക്ക് ഇത്ര കലോറി ഫുഡ് വേണം. അത് മെയിലാണെങ്കിൽ ഇത്ര വേണം, ഫീമെയിലാണെങ്കിൽ ഇത്ര വേണം. ഇതെല്ലാം നമ്മൾ ന്യൂട്രീഷൻസും ഡയറ്ററ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ പേഴ്സൺ ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. അവരുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുള്ളൂ, എനിക്ക് വണ്ണം കൂടാൻ പാടില്ല, അത് മോശമായിരിക്കും, വൃത്തികേടായിരിക്കും, എനിക്ക് തിന്നായിട്ടൊരു ശരീരപ്രകൃതി മതി. അങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നില്ല, ആവശ്യത്തിന് ന്യൂട്രീഷണൽ ഫുഡോ ആഹാരമൊന്നും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ന്യൂട്രീഷണൽ ഡയറ്റ് കഴിക്കുന്നില്ല. അതൊക്കെ കൊണ്ട് ആ വ്യക്തിക്ക് അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മാനസികവും ശാരീരികവുമാണ്. അതാണ് അനോറെക്സിയ നെർവോസയുടെ പ്രത്യേകത. പിന്നെ ഫീമെയിൽസ് ആർ മെയിൻലി അഫക്റ്റഡ് ആൻഡ് ദ ഓൺസെറ്റ് ഈസ് ഡ്യൂറിങ് അഡോളസൻസ്. മനസ്സിലായോ? അതായത് കൂടുതലായിട്ട് സ്ത്രീകളിലാണ് ഈ ഡിസീസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, പ്രത്യേകിച്ചും അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ളവർ. കാരണം അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ എന്തായിരിക്കും പറയാൻ കാരണം അന്നേരമാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ കുറേ മാക്സിമം സ്റ്റേജിലെത്തുന്നതും ഒക്കെ അന്നേരമാണ്. തന്നെയല്ല അവർക്ക് സുന്ദരിയായിട്ട് നടക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ടാകണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻറ്റേർണൽ മോട്ടിവേഷനൊക്കെ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും വരുന്ന ഒരു സന്ദർഭമാണ് ഈ അഡോളസൻ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സമയത്ത് ഇവർ ബോഡി വെയ്റ്റിനെ പറ്റി കൂടുതൽ കോൺഷ്യസ് ആവും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ്, അതായത് അവരുടെ വിചാരം പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രിയിലൊക്കെ അവർക്ക് തിന്നസുള്ള ആൾക്കാരാകുന്നതാണെന്നല്ല, അവരെയാണ് കൂടുതൽ സൊസൈറ്റി ഇഷ്ടപ്പെടുന്നതും അപ്രൂവ് ചെയ്യുന്നതും എന്നുള്ളൊരു ചിന്തയാണ് കൂടുതലും, എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രിയിലൊക്കെ. ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി തടിയുള്ള ആൾക്കാരെയും സ്ത്രീകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു സീറ്റിൽ ഒരു സ്ത്രീ വണ്ണമുള്ള ഒരാളുടെ അടുത്ത സീറ്റും കൂടെ അവരങ്ങ് ഒക്കുപ്പ് ചെയ്യുക, അവർക്ക് വേറൊരാക്കിയിരിക്കാൻ സ്ഥലം കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ. പക്ഷേ നമ്മൾ ഇപ്പം പല പടങ്ങളിലാണേലും അല്ലെങ്കിൽ ടി വിയിൽ കൂടെ വരുന്ന വലിയ പ്രോഗ്രാമിലാണേലും നമ്മൾ വെസ്റ്റേണേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ ശരീരപ്രകൃതി ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, നമ്മുടെ കൂട്ടി ഇങ്ങനെ തടിയുള്ളവരൊന്നും അല്ല അവർ. അതെന്തുകൊണ്ടാണ്? അവരുടെ ആ ഒരു കൾച്ചറിൻ്റെ കോൺസെപ്റ്റ് തന്നെ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് അവർ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് തന്നെ അതിനകത്ത് ഒരുപാട് കൺസിഡറേഷൻ കൊടുത്ത് ആ തരത്തിലുള്ള ഫുഡൊക്കെ ആയിരിക്കും അവർ കഴിക്കുന്നത്. അല്ല ഇങ്ങനെ വണ്ണവും പൊണ്ണവും തടിയുള്ള ഒരുപാട് ആൾക്കാരെയൊന്നും നമ്മൾ സാധാരണ യൂഷ്വലി കാണാറില്ല. വളരെ മൈനർ പെർസെൻറ്റേജിനെ അമിത വണ്ണമൊക്കെ വെസ്റ്റേൺ കൺട്രിയിലുള്ളൂ. എന്തുകൊണ്ട്? അവരുടെ കൾച്ചർ അതാണ് അപ്രീസിയേറ്റ് ചെയ്യുന്നതും അതിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നതും അതിനെയാണ് എൻകറേജ് ചെയ്യുന്നതിനും. തടിയുള്ളതിനേക്കാൾ ആവശ്യത്തിന് തടി ലീൻനെസ്സാണ്. മനസ്സിലായോ? അപ്പോൾ കൾച്ചറിനും ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനോറെക്സിയ നെർവോസ എന്താണെന്നും അതിൽ ആരെല്ലാം കൂടുതൽ കാണപ്പെടുന്നതെന്നും മനസ്സിലായല്ലോ. പിന്നെ കോസസിനകത്ത് ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് ഇറ്റിയോളജി ഇതുവരെ അറിയപ്പെടുന്നില്ല. ഇഡിയോപ്പതിക്കാണ് ഇതിൻ്റെ ഇറ്റിയോളജി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി വരുന്നതും അങ്ങനെ ആഹാരം കഴിക്കരുത്, തിന്നാകണം എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള അവരുടെ നീഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവം? വേറെ ആർക്കും അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഒരു പ്രത്യേക കാറ്റഗറിക്ക് മാത്രമല്ല മനസ്സിലിങ്ങനെ ഒരു കോൺസെപ്റ്റും കൊണ്ട് നടന്നിട്ട് അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളൂ. അതിനുള്ള കാരണം എന്താണെന്ന് എക്സാക്ട്ലി നോട്ട് നോൺ. ഓക്കെ, പല മാനസിക രോഗങ്ങളുടെ എക്സാക്ട്ലി നമുക്കറിയാം രോഗത്തിൻ്റെ കാരണം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ലെന്ന്. അതുപോലെ തന്നെ ഈ പറയുന്ന അനോറെക്സിയ നെർവോസയുടെയും എക്സാക്ട് കോസ് ഈസ് അൺനോൺ.
സോ ബട്ട് ദർ ആർ മെനി കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഇത് എക്സാക്ട് കോസാണ് നമുക്കറിയാൻ മേത്ത പല ഡിസീസിലും സാധാരണ കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് ഒരുപാട് ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇറ്റ് ഈസ് എ ഡിസീസ് ഓഫ് മൾട്ടിപ്പിൾ കോസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ചും മെജോറിറ്റി ഓഫ് ദി സൈക്കാട്രിക് കണ്ടീഷനും അല്ലേ. അതുപോലെ ഇവിടെ തന്നെ ഈ പറയുന്ന മൾട്ടിപ്പിൾ വേറെ ഫാക്ടേഴ്സ് എന്താ, കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് സോഷ്യൽ ഓർ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇങ്ങനെ മൂന്നായിട്ടാണ് ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ കോസിനെ തിരിച്ചേക്കുന്നത്. ഇനിയും ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെനറ്റിക്, അതായത് ശാരീരികമായിട്ടുള്ള ശരീരത്തിന് ഉള്ളിലുള്ള ശാരീരികമായ കാര്യങ്ങളെ നമ്മൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മെയിൻലി ജെനറ്റിക് ഫാക്ടേഴ്സ്, അതായത് ഇപ്പോൾ തന്നെ പാരമ്പര്യമായിട്ട് ഒരുപക്ഷെ പ്രീവിയസ് ജനറേഷനുള്ളവർക്കെല്ലാം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ അങ്ങനെയും സംഭവിക്കാം. അതാണ് ജെനറ്റിക് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഈ ഒരു ഡിസീസ് കണ്ടീഷനിലുണ്ട്, അതൊരു കാരണമാണ് ബയോളജിക്കൽ ഫാക്ടറിൽ. പിന്നൊന്ന് ബയോകെമിക്കൽ ഫാക്ടേഴ്സ്. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് certain irregularities in the manufacture and irregularities in the manufacture and transmission of certain neurotransmitters. അതായത് ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില പ്രത്യേകം കെമിക്കൽ ഫാക്ടേഴ്സാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ചില മാനസിക രോഗങ്ങളൊക്കെ കൂടാനും കുറയാനും എറ്റിയോളജി ആകാനും കാരണമാകുന്നുണ്ട് ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. മനസ്സിലായോ? ആ ന്യൂറോ ട്രാൻസ്മിറ്റേഷൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ ട്രാൻസ്മിഷനും ഈ പറയുന്ന ഈറ്റിംഗ് ഡിസോർഡർ, അതായത് അനോറക്സിയ നെർവോസായിട്ട് ഒരു കാരണമാകുന്നുണ്ട്. മനസ്സിലായോ? അതാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇറഗുലാരിറ്റീസ് ഇൻ ദ മാനുഫാക്ചർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് സർട്ടൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. മനസ്സിലായോ? അതാണ് വേറൊരു ബയോളജിക്കൽ ഫാക്ടർ. അത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഡോപ്പമിൻ, സീറോട്ടോണിൻ, അങ്ങനെയൊക്കെ കുറേ കെമിക്കൽസ് ഉണ്ട്. കെമിക്കൽസ് പ്രൊഡ്യൂസ് ഇൻ ദ ബ്രെയിൻ. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ ഓരോ ഡിസീസ് കണ്ടീഷൻ പഠിക്കുമ്പോഴും അതിൻ്റെയൊക്കെ റോളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കും. പക്ഷേ ഇപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക, അതായത് ഇറഗുലാരിറ്റീസ് ഇൻ ദ മാനുഫാക്ചർ ഓർ ട്രാൻസ്മിഷൻ ഓർ സർട്ടൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആക്ട് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബയോളജിക്കൽ കോസ്. മനസ്സിലായോ? പിന്നെ എ ഡിസ്റ്റർബൻസ് ഇൻ ഫങ്ഷൻ ഓഫ് ഹൈപ്പോതലാമസ്, അതായത് ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക സ്ട്രക്ചറാണ് നമ്മൾ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള അതിൻ്റെ ഫങ്ഷനിൽ എന്തെങ്കിലും അപാകതകളോ ന്യൂനതകളോ ഉണ്ടായാൽ അതും ഈ പറയുന്ന ഈറ്റിംഗ് ഡിസോർഡർ, അതായത് അനോറക്സിയ നെർവോസ എന്ന് പറയുന്ന ഈറ്റിംഗ് ഡിസോർഡറിന് ഒരു കാരണമാകാം. പിന്നെ ട്യൂമേഴ്സ് ഇൻ വേരിയസ് റീജിയൻസ് ഓഫ് ബ്രെയിനിലുള്ള ട്യൂമർ, ബ്രെയിനിലുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ട്യൂമർ ഒരു കാരണമാകാം. പിന്നെ മെറ്റേണൽ അനീമിയ ആൻഡ് വെരി പ്രീടേം ബർത്ത്, അതായത് കുട്ടിയെ അതായത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ മദറിന് അനീമിയ ഉണ്ടാകുന്നെങ്കിൽ അത്തരം അമ്മമാർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് അനോറക്സിയ നെർവോസ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഒന്നുകൂടെ ഉണ്ട് വെരി പ്രീടേം ബർത്ത് എന്ന് വെച്ചാൽ കുട്ടി മാസം തികയാതെ ഒരു 32 ആഴ്ചയ്ക്കൊക്കെ മുമ്പേ പ്രസവിക്കുകയൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കും അനോറക്സിയ നെർവോസ വരാനുള്ള കാരണം കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് ബയോളജിക്കൽ ഫാക്ടേഴ്സിനകത്ത് നമ്മൾ ഇത്രയും പറഞ്ഞു. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജെനറ്റിക് ഫാക്ടർ, ബയോകെമിക്കൽ ഫാക്ടർ, ദാറ്റ് ഈസ് ഇറഗുലാരിറ്റീസ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, പിന്നെ ഡിസ്റ്റർബൻസ് ഇൻ ഇൻഫെക്ഷൻ ഓഫ് ഇൻ ദ ഫങ്ഷൻ ഓഫ് ഹൈപ്പോതലാമസ്, ദെൻ ട്യൂമേഴ്സ് ഇൻ ദ റീജിയൻസ് ഓഫ് ബ്രെയിൻ ആൻഡ് മെറ്റേണൽ അനീമിയ ആൻഡ് പ്രീടേം ബർത്ത്. അപ്പോൾ ഇത്രയാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഇനി നമ്മൾ നമുക്ക് സാധാരണ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിലോട്ട് പോയാൽ എന്താണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കിയാൽ ഡിസ്റ്റർബൻസ് ഇൻ ബോഡി ഇമേജ്, അതായത് ഓരോ വ്യക്തിക്ക് അവൻ്റെ സ്വന്തം ശരീരത്തെപ്പറ്റി ഒരു ധാരണ കാണും. മനസ്സിലായോ? അപ്പം ഓരോരുത്തർക്കും അവരുടെ വ്യക്തിയുടെ ധാരണയ്ക്കനുസരിച്ചായിരിക്കും അവർ ബോഡിയുടെ അല്ലെങ്കിൽ സ്വന്തം ഔട്ട്ലുക്കിനെ പറ്റി ഒരു കോൺസെപ്റ്റ് ഫോം ചെയ്യുന്നതും അല്ലെങ്കിൽ എങ്ങനെ ശരീരത്തെ കെയർ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുന്നതൊക്കെ പറയുന്നത് ഈ പറയുന്ന ബോഡി ഇമേജിൻ്റെ ബേസിസിലാണ്. പക്ഷേ ഈ കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഇൻ ബോഡി ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് വണ്ണമില്ല. സാധാരണ ആൾക്കാർ കണ്ടയോ ഈ കുട്ടി എന്താ ഇങ്ങനെ ഇരിക്കുന്നതിന് നോർമലി പോലും വണ്ണമില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അത് ഒരു അബ്നോർമൽ കാര്യമായിട്ട് എടുക്കുന്നില്ല. അതിനെ സംബന്ധിച്ച് അതാണ് ഭംഗി, അതിനെക്കാട്ടി കുറേ കൂടെ വണ്ണം കുറഞ്ഞാൽ അതാണ് ഭംഗി എന്നാണ് അതിൻ്റെ തോന്നൽ. അപ്പോൾ ആ ഒരു ഐഡിയയെ നമ്മൾ ഡിസ്റ്റർബൻസ് ഇൻ ബോഡി ഇമേജ് എന്ന് പറയാം. ദ പേഴ്സൺ ഈസ് ഹാവിങ് എ ഡിസ്റ്റർബൻസ് ഇൻ ബോഡി ഇമേജ് അല്ലേ.
പിന്നെ അതായത് നോർമൽസിയെ അത് അംഗീകരിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എത്രമാത്രം ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റ് വേണമെന്ന് ഓരോ വ്യക്തിക്കും അറിയാൻ മനസ്സിലാക്കും. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ച് ആവശ്യത്തിന് കലോറി ഇൻടേക്കുള്ള ഫുഡൊക്കെ ഡെയിലി എടുത്ത് വെള്ളമൊക്കെ ആവശ്യത്തിന് കുടിച്ച് അല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെയൊക്കെ ബോഡിയിൽ ഇൻക്ലൂഡ് അല്ലെങ്കിൽ വൈറ്റമിൻ കണ്ടെയ്നിങ് ഫുഡൊക്കെ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്ത് വേണം ജീവിക്കാൻ. അതിനാണ് നമ്മൾ ഒരു ബേസിക് പ്രിലിമിനറി നോളജുള്ള എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. കാരണം എന്താ, ഒരു നോർമൽ സ്റ്റാൻഡേർഡ് വെയിറ്റ് സ്യൂട്ടബിൾ ഫോർ ഹിസ് ഓർ ഹെർ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത്. അതാണ് മറ്റുള്ളവർ സമൂഹം അംഗീകരിക്കുന്നത് എന്നുള്ളത് തോന്നലാണ് ജനറൽ കോൺസെപ്റ്റ്. പക്ഷേ ഈ കുട്ടിക്ക് ഈ ഒരു പ്രത്യേക പേഴ്സൺ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് അല്ല. ഷീസ് തിങ്കിങ് ദാറ്റ് ഇഫ് ഷീസ് ബിക്കമിങ് വെരി തിൻ ഓർ ഏറ്റവും കുറഞ്ഞ മെലിഞ്ഞതാണെങ്കിൽ അതാണ് ഭംഗിയെന്നാണ് അതിൻ്റെ തോന്നൽ. അപ്പോൾ അതൊരു ബോഡി ഇമേജിൻ്റെ ഡിസ്റ്റർബൻസാണ്. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഒരു സൈക്കോളജിക്കൽ അതിന് പല പല കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ടാകാം. പക്ഷേ സൈക്കോളജിക്കൽ ഫാക്ടറിൽ ഒന്ന് ഡിസ്റ്റർബൻസ് ഇൻ ബോഡി ഇമേജ് എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് വൺ, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് സച്ച് ആസ് ലോ സെൽഫ് എസ്റ്റീം ആൻഡ് പെർഫെക്ഷനിസം. അതായത് നമ്മൾ പേഴ്സണാലിറ്റിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ എന്താണ് പേഴ്സണാലിറ്റി എന്ന് പഠിച്ചിട്ടുണ്ട്. ആ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പം ഡിഫറെൻറ്റ് പേഴ്സൺസിന് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയാണ്, എല്ലാവരും ഒരുപോലെ അല്ല. അപ്പോൾ നമ്മൾ ഡെഫിനേഷൻ പഠിക്കുമ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് എ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിച്ച് ഡിഫറൻഷിയേറ്റ് വൺ പേഴ്സൺ ഫ്രം അനദർ. ഒരു വ്യക്തിയെ വേറൊരു വ്യക്തിയിൽ നിന്ന് വേർതിരിച്ച് കാണിക്കത്തക്കവണ്ണം ഓരോ വ്യക്തിക്കും ഉള്ള കഴിവുകളുടെയും അപ്പിയറൻസിൻ്റെയും ക്വാളിറ്റീസിൻ്റെയും ഒക്കെ ആകത്തുകയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പം ഞാനെന്ന് പറയുന്ന ആളിനെ ഞാനായിട്ട് തന്നെ കാണണമെങ്കിൽ എനിക്ക് എൻ്റേതായ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ എല്ലാവരും എന്നെപ്പോലെ തന്നെ ഇരുന്നാൽ അത് എന്ത് ബോറാണ്. എല്ലാവരും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും എല്ലാവരും ഒരുപോലെ ആയിരിക്കുന്നെങ്കിൽ അത് മഹാ ബോറായിരിക്കത്തില്ലേ. അപ്പം ഓരോ വ്യക്തിക്കും ഡിഫറൻ്റ് ആണ്. അതായത് അപ്പിയറൻസിലായാലും കഴിവിലാണേലും ക്വാളിറ്റിയിലാണേലും ഇൻ്റലിജൻസിലാണേലും അപ്പിയറൻസിലാണേലും എല്ലാ കാര്യത്തിലും ഒരു വ്യക്തി വേറൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആ വ്യത്യസ്തകളാണ് ഓരോ വ്യക്തിയുടെയും ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ടുള്ള അവരുടെ സ്വന്തം പ്രത്യേകതകളാണ് ആ വ്യക്തിയെ വേറൊരാളിൽ നിന്ന് വേർതിരിക്കുന്നത്. അതാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ പേഴ്സണാലിറ്റി പലതരമുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. അതായത് ഈ പറയുന്ന ക്വാളിറ്റികളുടെ ആകത്തുക എടുത്ത് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആൾക്കാരെല്ലാം. അതിനകത്ത് പലതരം, ഇപ്പോൾ തന്നെ ചിലർ അഗ്രസീവ് പേഴ്സണാലിറ്റി ആയിരിക്കും, അവർക്ക് എപ്പോഴും ഇച്ചിരി ശണ്ടയും മഴക്കുമൊക്കെ കൂടാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. പിന്നെ അവർ ചിലപ്പോൾ ഒരു സോഷ്യൽ പേഴ്സണാലിറ്റി, മറ്റുള്ളവരോടൊന്നും അത് മിങ്കിൾ ചെയ്യത്തില്ല, ഇൻട്രോവേർട്സ് ആയിരിക്കും. അങ്ങനെ ചില പേഴ്സണാലിറ്റി ഉള്ളവരുണ്ട്. ചിലരുണ്ട് പിന്നെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി, അവർക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കുക, കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊന്നും അവർക്കൊരു മടിയില്ല. അങ്ങനത്തെ ചില പേഴ്സണാലിറ്റികളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ട്രെയ്റ്റ് ഇച്ചിരി മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ പേരിട്ട് ആ പേഴ്സണാലിറ്റി വിളിക്കും. ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ആൻറ്റി സോഷ്യൽ ക്വാളിറ്റി കൂടുതൽ കാണിക്കുന്നുണ്ട്, നമ്മൾ അവരെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതേസമയം സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരോടൊന്നും അധികം മിങ്കിൾ ചെയ്യത്തില്ല, ഒത്തിരി ഐസൊലേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നത്, അധികം സംസാരിക്കത്തില്ല, അങ്ങനെയുള്ളൊരു ടൈപ്പ്. പിന്നെ ഒരുപാട് മറ്റുള്ളവരെ സംശയിക്കാൻ ഒക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് മറ്റുള്ളവരെ സംശയം, അവൻ ഇങ്ങനെ ചെയ്തായിരിക്കും അത്, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, പാരനോയിഡ് പേഴ്സണാലിറ്റി. അങ്ങനെ ഒരു 10-15 തരം പേഴ്സണാലിറ്റി ടൈപ്പുകളുണ്ട്. പക്ഷേ അതിനകത്ത് ആ ടൈപ്പുകളെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കണ്ടെത്തിയെന്ന് വെച്ചാൽ, അതിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ട്രേറ്റ് അവർക്ക് ഇച്ചിരി മുൻപിൽ നിൽക്കും. അവരുടെ പേഴ്സണാലിറ്റി അത് കൂടുതലായിട്ട് ബാധിക്കുകയും ചെയ്യും, അല്ല അവരുടെ സ്വഭാവങ്ങളിലൊക്കെ അത് കാണിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ആ ഒരു പേരിട്ട് അവരെ വിളിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ സോഷ്യൽ പേഴ്സണാലിറ്റി എന്നോ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്നോ അല്ലെങ്കിൽ പാരനോയിഡ് പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ വിളിക്കും. പക്ഷേ അത് ഒരു എക്സ്റ്റെൻറ്റ് വരെ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ഒരു സമൂഹത്തിലുള്ള മറ്റുള്ളവർ അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും, തട്ടിമുട്ടി എങ്ങനെയെങ്കിലും. പക്ഷേ ഈ ഒരു പ്രത്യേക ട്രൈറ്റ് ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെയും സമൂഹത്തിലെ മറ്റുള്ളവർക്ക് അത് പ്രശ്നമാകും. മനസ്സിലായോ? അപ്പം ഒരാളെ ആവശ്യമില്ലാതെ സംശയിക്കുന്നു, അവർ ഒന്നും ചെയ്തിട്ടില്ല, അവർ ഇന്നസെൻറ്റ് പേഴ്സണാണ്, അവരെ ആവശ്യമില്ലാതെ സംശയിച്ച് അവരോട് വഴക്കുണ്ടാക്കാൻ ചെന്നാൽ അത് ഒരു പ്രോബ്ലമാറ്റിക് പേഴ്സൺ അല്ലേ ഈ പറയുന്ന പാരനോയിഡ് പേഴ്സണാലിറ്റി ഉള്ള ആൾ അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ അത് അവർക്ക് തന്നെയും മറ്റുള്ളവർക്കും പ്രശ്നമായി തീരുമ്പോഴാണ് അത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആകുന്നത്. അപ്പോൾ ആ അവസ്ഥ നമ്മൾ ചെയ്യപ്പെടേണ്ട അവസ്ഥയാണ്. മനസ്സിലായി? പക്ഷേ ഇവിടെ പറയുന്നത് പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് നമ്മൾ ഡിസോർഡർ വഴിയൊന്നും പോകണ്ട. ഇവിടെ ചില വ്യക്തികൾക്ക് ഫുഡ് കഴിക്കുന്ന കാര്യവുമായിട്ട് അയാളുടെ പേഴ്സണാലിറ്റിക്ക് ചില ട്രെയ്റ്റുകളൊക്കെ ഉണ്ട്. അതായത് ഈ പറയുന്ന കോൺസെപ്റ്റ് തന്നെ അയാളുടെ മനസ്സിലുണ്ടല്ലോ, എനിക്ക് ഒത്തിരി വണ്ണം വെച്ചുകൂടാ, എനിക്ക് ഇത്രയും ഏറ്റവും കുറച്ച് വണ്ണം മതി എന്നുള്ളൊരു തോന്നുന്ന ആൾ ഇപ്പോൾ തന്നെയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഫുഡ് ഫാഡൊക്കെ ആയിരിക്കും. അതായത് ചില ഫുഡൊന്നും കഴിക്കത്തില്ല, ആവശ്യത്തിന് വെള്ളം കുടിക്കത്തില്ല, വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ ഇന്നതേ കുടിക്കത്തുള്ളൂ, ചിലപ്പോൾ ഒരു ഗ്ലാസ് കുടിക്കത്തില്ലായിരിക്കും, ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഹാഫ് ഗ്ലാസ്സേ കുടിക്കത്തുള്ളായിരിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കുറച്ച് അവർക്ക് ആഡിക്കേറ്റ് ആയിട്ടുള്ള ഫുഡ് ഉള്ളിൽ ചെല്ലുന്നില്ല.
മനസ്സിലായോ? അവർക്ക് കലോറി റിക്വയർമെൻറ്റ് പെർ ഡേ ആവശ്യത്തിന് കിട്ടുന്നില്ലായിരിക്കും. അപ്പം അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് അങ്ങനെയാണ്. അതൊരു പക്ഷേ അവർ ജീവിച്ച സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഇമ്പോർട്ടൻ്റ് അവരുടെ ലൈഫുമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും പേഴ്സൺസ്, മേ ബി മദർ ഓർ ഫാദർ അല്ലെങ്കിൽ സിബ്ലിങ്സ്, ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആയേക്കാം. മനസ്സിലായോ? എന്താണ് കാരണം എന്നുള്ളത്. അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ ഒരു ചൈൽഡ് നെഗ്ലക്റ്റിനെ പറ്റിയൊക്കെ പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ അതിനകത്ത് അവർക്ക് വേണ്ട തരത്തിലുള്ള ഫുഡ് കിട്ടുന്നില്ല, മാൽ ട്രീറ്റ്മെൻ്റ് ആണ്, അബ്യൂസാണ് വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഇത് ബിഹേവിയർ ഓഫ് ദി സ്റ്റെഫ് പേരൻ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടത്ര ഫുഡ്, ഒരു പക്ഷേ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊന്നും കിട്ടുന്നില്ലായിരിക്കാം. അങ്ങനെ ചെറുപ്പത്തിലേ സംഭവിച്ച് ആ കുട്ടി അങ്ങനെ ന്യൂട്രീഷണൽ ഫുഡ് വേണമെന്നോ കഴിക്കണമെന്നോ ഒരു നീഡായിട്ട് തോന്നിയിട്ടുള്ളൊരു കുട്ടിയാവത്തില്ല. അപ്പോൾ അതിന് കിട്ടുന്നത് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് കഴിക്കാൻ പറ്റൂ, അങ്ങനെ ഞാൻ ആയിപ്പോയി, അങ്ങനെ ആയേക്കാം. അങ്ങനെ ആ കൊച്ചിന് ഒരു എൻ്റെ മനസ്സിലൊരു അങ്ങനെ ആയിരിക്കും കോൺസെപ്റ്റ് ഫോൺ ചെയ്തത്, അങ്ങനെയാകാം. അത് ഏത് സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ചിലപ്പം ചില ഹോസ്റ്റലിലോ അല്ലെങ്കിൽ കെയർ ഹോംസിലോ ഒക്കെ നിൽക്കുമ്പം അവർക്ക് ആവശ്യമുള്ളത്ര ഇഷ്ടമുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥയാകാം. അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ പുറകിലൊരു വേറെ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാകാം അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ഫോം ചെയ്യാൻ. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ളവർക്ക് ഒരുപക്ഷെ ലോ ഓഫ് സെൽഫ് എസ്റ്റീം, അതായത് അവനോട് തന്നെ ഒരു സംതൃപ്തി ഇല്ലാത്ത ജീവിതം നയിക്കുന്നവരായിരിക്കും അവരെ അങ്ങനെ അതായത് ആത്മാഭിമാനം ഇല്ലാത്തവരെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ തന്നെ അവരുടെ ലോ സെൽഫ് എസ്റ്റീം ആകാം. അല്ലെങ്കിൽ അവരൊരു പെർഫെക്ഷനിസം ഉള്ളവരാകാം. അതിൻ്റെ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്. അവർ എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെയാണേലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അത് എടുത്തേക്കുന്ന പാത്രം അത്ര നീറ്റല്ല, അതിനെന്തെങ്കിലും ഇച്ചിരി കുഴപ്പമുണ്ട്, ഭംഗിയുള്ള പാത്രത്തിലല്ല, അല്ലെ അവരെല്ലാ കാര്യത്തിലും വളരെ പെർഫെക്ഷൻ നോക്കുന്നവരാണ്. ആ പെർഫെക്ഷനിൽ എന്തെങ്കിലും ഇച്ചിരി ഒരു അഡ്വേഴ്സ് അല്ലെങ്കിൽ ഇച്ചിരി ഒരു ന്യൂനതകൾ കണ്ടെത്തിയാൽ ചിലപ്പോൾ അവർ ആ ഫുഡ് കഴിച്ചില്ല എന്നിരിക്കും. നല്ല ഭംഗിയുള്ള പാത്രത്തിൽ വേണം, അല്ലെങ്കിൽ ഗ്ലാസ് പാത്രത്തിലേ കഴിക്കത്തുള്ളൂ, അലുമിനിയം പാത്രത്തിൽ കഴിക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പ്രത്യേകതകളുള്ള ആൾക്കാരുണ്ട്, പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. അവരെല്ലാ കാര്യം വളരെ പെർഫെക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ അതിനകത്ത് ഇൻവോൾവ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ എല്ലാ ഫുഡും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി തരാനൊന്നും ആരും അവിടെ കാണത്തില്ല. അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവരെല്ലാ കുട്ടികൾക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചിട്ട് പോകണം, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആണല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷനാണല്ലോ ഹോസ്റ്റലിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുപക്ഷെ അത്തരം സിറ്റുവേഷൻസിൽ ജീവിക്കാൻ ചാൻസ് കിട്ടുവാണെങ്കിൽ ഈ പറയുന്ന കുട്ടി, ഈ പെർഫെക്ഷൻസ് ഉള്ള കുട്ടി ഫുഡൊന്നും കഴിക്കണമെന്നില്ല. അതൊക്കെ കൊടുക്കുന്ന ഗ്ലാസ്സിന് ഭംഗിയില്ല, വൃത്തിയില്ല, പാത്രം നല്ലതല്ല, അങ്ങനെയൊക്കെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫുഡ്, അല്ലെങ്കിൽ കഴിക്കുന്ന ടേബിൾ നീറ്റല്ല, ടേബിൾ ഷീറ്റ് നീറ്റല്ല, ഡൈനിങ് റൂം നല്ലതല്ല, ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളുള്ളവർ വീട്ടിലെ പോലെ അത്ര സ്റ്റാൻഡേർഡ് ഇല്ല, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കഴിക്കില്ല എന്നിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ കല്യാണം കഴിച്ചു വിടുന്ന ഇവരുമായിട്ടുള്ള വീട്ടിൽ നിന്ന് മേ ബി ഇച്ചിരി ബിലോ ഡിഗ്നിറ്റി ആയിട്ട് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ കഴിക്കത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കുക്ക് ചെയ്യുന്ന ബെസൽസ് എങ്ങനത്തെയാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ആയിട്ട് അത് ആക്ട് ചെയ്ത് അവർക്ക് അനോറക്സിയ നെർവോസ ഉണ്ടാകാം. മനസ്സിലായല്ലോ? അപ്പോൾ മനസ്സിൻ്റെ ചില അബ്നോർമൽ ബിഹേവിയറും തിങ്കിങ്ങും, അല്ലെങ്കിൽ അവരുടെ ആ പാറ്റേൺസ് ഓഫ് കൾച്ചറൽ പാറ്റേൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. പിന്നെയുള്ളത് സോഷ്യൽ ഫാക്ടേഴ്സാണ്. സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇനി എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്നും ചില പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വെയിറ്റ് ഇസ് മോർ ഓർ ലെസ് ദി സെയിം. ഇതിനകത്ത് ചൈൽഡ് മാൽ ട്രീറ്റ്മെൻറ്റ്, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ചൈൽഡ് നെഗ്ലക്റ്റ്, ചൈൽഡ് അബ്യൂസ്, അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചാപ്റ്റർ തന്നെ പഠിച്ചു അല്ലേ? വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി സ്റ്റെപ്പ് ഫാദർ ആൻഡ് സ്റ്റെപ്പ് മദർ ടു ദ ചൈൽഡ്, ഹൗ ദ ചൈൽഡ് വിൽ ബി ട്രീറ്റഡ് ആൻഡ് ഹൗ ഷീ ഈസ് ഹാവിങ് ഹെർ എക്സ്പീരിയൻസ് ഇൻ സച്ച് എ സിറ്റുവേഷൻ ആൻഡ് ഓൾ. അത് നമ്മളെല്ലാം പഠിച്ചായിരുന്നു അതായത് ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നും പറഞ്ഞ് ഒത്തിരി എണ്ണം നമ്മൾ പഠിച്ചില്ല. അതിനകത്ത് സോഷ്യൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ പറ്റി പഠിച്ചപ്പോൾ അതിനകത്ത് ഓർഫണ്, മാൾട്രീറ്റഡ് ചിൽഡ്രന്, അബ്യൂസ്ഡ് ചിൽഡ്രൻ, അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനകത്ത് അത് ഒരു സോഷ്യൽ ഫാക്ടറാണ്. അതും ഒരു കുട്ടിയുടെ ഫുഡ് ഇൻടേക്കിനെ അഫക്റ്റ് ചെയ്യാം. മനസ്സിലായി? അതാണ് പറയുന്നത് ചൈൽഡ് മാൽട്രീറ്റ്മെൻറ്റ്, ചൈൽഡ് നെഗ്ലക്റ്റ് ആൻഡ് ചൈൽഡ് അബ്യൂസ്. അതൊരു സോഷ്യൽ ഫാക്ടറാണ് വിച്ച് ക്യാൻ ആക്ട് ആസ് എ കോസ് ഓഫ് അനോറക്സിയ നെർവോസ. പിന്നെ സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെയാണെങ്കിലും സോഷ്യലി ഐസൊലേറ്റഡ് എന്ന് മെയിൻലി ഈ പറയുന്ന ചില പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ള കുട്ടികൾ മറ്റുള്ളവരോടൊന്നും മിങ്കിൾ ചെയ്യുന്നില്ല, ഒരു വിഡ്രോൺ നേച്ചറാണ്, വേറെ ആരോടും മിക്സ് ആകുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം കുട്ടികളെയൊക്കെ ഒന്നിച്ചിരുത്തി ചെറിയ പ്രായത്തിലേക്ക് നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇരുത്തി ഭക്ഷണം കൊടുത്താൽ അവർ കൂടുതൽ കഴിക്കുകയൊക്കെ ചെയ്യും. അതേസമയം ഒറ്റയ്ക്ക് ഇരുന്ന് കൊടുത്താൽ അത്രയും കഴിക്കത്തില്ല. അപ്പോൾ ഒരു കുട്ടി ഒരുപക്ഷെ സിംഗിൾ ചൈൽഡ് ആയിരിക്കാം വീട്ടിൽ,
വേറെ ആരെങ്കിലും കമ്പനി കൊടുക്കാനും ഒന്നും കാണത്തില്ല. ഒരുപക്ഷെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്നതായിരിക്കും, കുട്ടിയെ മാത്രം ഉണ്ടായിരിക്കും, മേ ബി ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ദി ഹൗസ് മെയ്ഡ് ഓർ ഗ്രാൻഡ് ഫാദർ ഓർ മദർ. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ജീവിച്ച കുട്ടികളാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ സോഷ്യലി ഐസൊലേറ്റഡ് ചൈൽഡ്. അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ പറയുന്ന ഹീറ്റിംഗ് ഹാബിറ്റ്സിലൊക്കെ അബ്നോർമാലിറ്റി ഉണ്ടാകാം. മനസ്സിലായോ? ഇറ്റ് ലീഡ്സ് ടു ലോൺലിനെസ് ആൻഡ് സ്ട്രെസ്. മനസ്സിലായോ? പിന്നെ അടുത്തത് പേരൻ്റൽ ഇൻഫ്ലുവൻസസ് സച്ച് ആസ് പേരൻ്റൽ പ്രഷർ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എമംഗ് ദ പേരൻ്റ് ആൻഡ് ദ ചൈൽഡ്, ഹോം ക്ലൈമറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. പേരൻ്റ് ഇൻഫ്ലുവൻസ്. ഇപ്പോൾ ചില പേരൻസും ഉണ്ട്, അവർ ലീൻനെസ്സിനെ ഇഷ്ടപ്പെടുന്നവരും പിന്നെ സിനിമാ താരങ്ങളെ കണ്ട് അതുപോലെ ആകണമെന്നൊക്കെ കോൺസെപ്റ്റ് ഉള്ളവരും അല്ലെങ്കിൽ മോഡൽസ് അങ്ങനെയൊക്കെയുള്ളവരുടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റിനകത്ത് പലതും കാണിക്കത്തില്ലേ നമ്മൾ ടി വിയിലൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതിനൊക്കെ ഇൻഫ്ലുവൻസിൻ്റെ അണ്ടറിൽ ഉള്ള ചില മദേഴ്സൊക്കെ കുട്ടികളെ അതുപോലെ ആകാൻ ഒരുപാട് കഴിക്കാൻ സമ്മതിക്കത്തില്ല, വേണ്ട ഫുഡ് കൊടുക്കത്തില്ല, ഒരുപാട് തടിച്ചു പോകും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ള പേരൻസ് മദറും ഉണ്ടാകാം. അപ്പോൾ അത് പ്രഷർ, പേരൻ്റൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ സച്ച് ആസ് പേരൻ്റൽ പ്രഷർ, പിന്നെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എമംഗ് ദ പേരൻസ് ആൻഡ് ദ ചൈൽഡ്, അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലുള്ള അവർ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങൾ അല്ലേ, ഇഷ്ടത്തോടെ ഫുഡ് കൊടുക്കുന്നതും ഇഷ്ടമില്ലാതെ കൊടുക്കുന്നതും ഒക്കെ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഒരമ്മ ഇഷ്ടത്തോടെ ഫുഡ് കൊടുക്കുന്ന കുട്ടികൾ അവർ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കും അല്ലേ. അതല്ല ഇഷ്ടമില്ലാത്തതും നെഗ്ലക്റ്റ് കൊടുക്കുന്ന ഒരു മദറാണെങ്കിലോ ആ അമ്മ കൊടുക്കുന്ന ഫുഡൊന്നും കുട്ടി കഴിക്കണമെന്നില്ല. അമ്മ മനസ്സോടെ അല്ല കൊടുക്കുന്നത്, സ്നേഹത്തോടെ അല്ല കൊടുക്കുന്നതെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം അതാണ് പറയുന്നത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എമംഗ് ദ പേരൻ്റ് ആൻഡ് ദ ചൈൽഡ് ആൻഡ് ഹോം ക്ലൈമറ്റ്. അപ്പോൾ വീട്ടിലെ ഹോം ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഭക്ഷണ രീതിയെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതും നെഗറ്റീവ് ആണെങ്കിൽ കുട്ടിയെ ഈ പറയുന്ന അനറക്സിയ നെർവോസം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എന്താ പിയർ പ്രഷർ, അതായത് അതിൻ്റെ കൾച്ചറൽ പ്രഷറിൻ്റെ എക്സാമ്പിളാണ് ഞാൻ മുമ്പേ പറഞ്ഞു. വെസ്റ്റേൺ കൺട്രിയിലെ ആൾക്കാരൊക്കെ അധികം വണ്ണമൊന്നുമില്ല, കാരണം അവരുടെ കൾച്ചറിനകത്ത് അവരതാണ് കൂടുതൽ അപ്രീസിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല, അങ്ങനെ ആയാൽ ആരും സമൂഹത്തിൽ ആരും ആക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളൊരു തോന്നൽ, അതാണ് കൾച്ചറൽ പ്രഷർ. പിന്നെയുണ്ട് പിയർ പ്രഷർ, അതായത് നമ്മുടെ സമപ്രായത്തിലുള്ള കുട്ടികൾ ഒക്കെ തമ്മിലൊരു കോൺസെപ്റ്റ് കാണും. അതായത് വണ്ണം വേണോ, വണ്ണം കൂടുതലാണോ, ഏതിനെയാണ് എൻ്റെ പിയേഴ്സ് ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയൊക്കെയുള്ള തോന്നൽ വരുമ്പം കൂടുതലും പിയേഴ്സും അഡോളസൻസ് കൂടുതലും അധികം വണ്ണം വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടേ ഇച്ചിരി വണ്ണം കൂടരുത്, എൻ്റെ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള തരക്കാരി അവൾക്കൊത്തിരി വണ്ണമില്ല, അയ്യോ എനിക്കൊത്തിരി വണ്ണമായാൽ മോശമല്ല എന്നുള്ളൊരു തോന്നലും വരാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് പിയർ പ്രഷർ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് വേയിലാകാം, അതാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് നമ്മളിപ്പോൾ പഠിച്ചു, അതായത് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. ഇനി നമ്മൾ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. അതായത് അതിനകത്ത് മെയിൻലി ഉള്ള ഇൻറ്റൻസ് ഫിയർ ഓഫ് ബിക്കമിങ് ഒബീസ്. ഭയങ്കര പേടി, എനിക്ക് വണ്ണം കൂടിപ്പോവോ എന്നുള്ള അകാരണമായിട്ടുള്ള ഒരു ഭയം. പിന്നെ സെക്കൻഡ് വൺ, ദ ബോഡി വെയ്റ്റ് ഈസ് 15% ബിലോ ദ സ്റ്റാൻഡേർഡ് വെയ്റ്റ്. കാരണം അവരുടെ BMR ഒക്കെ ഉള്ള സ്റ്റാൻഡേർഡ് വെയ്റ്റിനെക്കാട്ടിയും വളരെ കുറവായിരിക്കും. 15% ബിലോ ദ സ്റ്റാൻഡേർഡ് വെയ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ബോഡി ഇമേജ് ഡിസ്റ്റർബൻസ്, അത് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ. ബോഡി ഇമേജ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉള്ള വെയ്റ്റ് പോലും ശരിയല്ല, അതിലും കുറച്ച് വെയ്റ്റ് മതി എന്നുള്ള ഒരു ചിന്ത, അതാണ് എൻ്റെ അപ്പിയറൻസിന് അതാണ് നല്ലതെന്നുള്ള ഒരു ബോഡി ഇമേജ് ഡിസ്റ്റർബൻസ്. ദാറ്റ് ഈസ് പേഴ്സൺ ഈസ് അൺഎബിൾ ടു പെർസീവ് ദ ബോഡി സൈസ് ആക്യുറേറ്റ്ലി. അവരുടെ ശരിയായിട്ടുള്ള എണ്ണം എത്ര ആണെന്നോ അത് എത്രമാത്രം ആകണമെന്നോ അത് ഏതാണ് നോർമലെന്നോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആ കുട്ടിക്കില്ല. അതാണ് പറയുന്നത് അതായത് ബോഡി ഇമേജ് ഡിസ്റ്റർബൻസ് എന്ന്. ഓക്കെ. പിന്നെ ദ പെർസ്യൂട്ട് ഫോർ തിന്നസ് ഇൻ സെവറൽ ഫോംസ് സച്ച് ആസ് ഈറ്റിംഗ് ലിറ്റിൽ, സംടൈംസ് അച്ചീവ് വെയ്റ്റ് ലോസ് ബൈ ഇൻഡ്യൂസിങ് വോമിറ്റിംഗ് ആൻഡ് എക്സസീവ് എക്സസൈസ് ആൻഡ് മിസ്യൂസ് ഓഫ് ലാക്സറ്റീവ്. അതായത് അതിന് ഏറ്റവും കുറഞ്ഞ വണ്ണം മതി എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് നേടിയെടുക്കാൻ അതെന്തും ചെയ്യും. അതിനകത്ത് എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇൻഡ്യൂസിങ് വോമിറ്റിംഗ്. അതായത് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഒത്തിരി കഴിച്ചു പോയോ എന്നുള്ളൊരു തോന്നൽ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കൈ വായിലിട്ട് അത് ഛർദ്ദിച്ച് കളയുന്ന സ്വഭാവമുണ്ട്. മനസ്സിലായോ? തൊണ്ടയിലോട്ട് കൈ നമ്മുടെ ആരാണെങ്കിലും ഒന്ന് ഇട്ട് നോക്കി നമ്മൾ വൊമിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫുഡ് സ്റ്റൊമക്ക് ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ചതെല്ലാം വെളിയിൽ പോകും, വൊമിറ്റ് ചെയ്ത് കളയും. പിന്നെ എക്സസീവ് എക്സസൈസ്, ഒരുപാട് കഴിച്ചു പോയതുകൊണ്ട് അതിനെ കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് എക്സസൈസ് ചെയ്യുക. അതല്ലെങ്കിൽ മിസ്യൂസ് ഓഫ് ലാക്സേറ്റീവ്സ്, അതായത് ഒരുപാട് പർഗേഷൻ, അത് കഴിച്ചതെല്ലാം പെട്ടെന്ന് വെളിയിൽ പോകാൻ വേണ്ടി ലാക്സേറ്റീവ്സ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യും. അത് ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരുന്നതാണ്. പിന്നെ ഡേഞ്ചറസ് ഹൈപ്പോകലീമിയ ഡ്യൂ ടു വോമിറ്റിംഗ് ആൻഡ് മിസ്യൂസ് ഓഫ് ലാക്സേറ്റീവ്. അപ്പം നമ്മൾ ഈ പറയുന്ന ഒത്തിരി എക്സസീവ് വോമിറ്റിങ്ങും അല്ലെങ്കിൽ ലാക്സേറ്റീവ്സിൻ്റെ ഉപയോഗത്തോടെ ഒരുപാട് ഫീക്കൽ ഔട്ട്പുട്ടും ഒക്കെ ഉണ്ടാകുന്നതിലേക്ക് ഇത് എന്ത് പ്രോബ്ലം ഉണ്ടാകുന്ന ഡേഞ്ചറസ് ഹൈപ്പോകലീമിയ ഉണ്ടാകും.
അതായത് പൊട്ടാസ്യം ലെവലിൻ്റെ ബ്ലഡ് കുറഞ്ഞാൽ അരിത്മിയാസ് ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള നേരത്തെ. അപ്പോൾ അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ചില ഹൈപ്പോകലീമിയയുടെ ഇഫക്റ്റും കുട്ടികൾ കാണിക്കും. പിന്നെ ഒന്ന് അതർ സയൻസ് ഓഫ് സിംറ്റംസ് സെക്കൻഡറി ടു സ്റ്റാർവേഷൻ, അതായത് സ്റ്റാർവേഷൻ്റേതായിട്ടുള്ള ഇപ്പം വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകാം, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഉണ്ടാകാം, അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയും. അങ്ങനെ ഒത്തിരി ന്യൂട്രീഷ്യസ് ഫുഡ് ഉള്ളിൽ ചെല്ലാത്തതിൻ്റേതും ഒന്നും ആവശ്യത്തിനുള്ള കലോറി റിക്വയർമെൻറ്റ് ഡെയിലി കിട്ടത്തക്കവണ്ണമുള്ള ഫുഡ് കഴിക്കാത്തത് കൊണ്ടും അത് കുട്ടിക്ക് സ്റ്റാർവേഷൻ ഉണ്ടാകും. അപ്പോൾ അതിൻ്റേതായ കോൺസിക്വൻസ് കുട്ടി കാണിക്കും. പിന്നെ വേറൊന്ന് ഹോർമോണൽ അബ്നോർമാലിറ്റീസ്, അതായത് പല ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനും സർക്കുലേഷനും ഒക്കെ വ്യത്യസ്തത വരാം. പിന്നെ ഫിസിക്കൽ ഫൈൻഡിങ്സ് സച്ച് ആസ് പ്രീ ഓക്കുപ്പേഷൻ വിത്ത് ബോഡി സൈസ് ആൻഡ് ഡിസ്റ്റർബ്ഡ് ബോഡി ഇമേജ്, അതായത് സൈക്കോളജിക്കൽ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം. കുട്ടി എപ്പോഴും ഈ ഒരു വെയിറ്റിനെ പറ്റി തന്നെയായിരിക്കും, ബോഡി വെയിറ്റിനെ പറ്റി തന്നെയായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലും, അല്ലേ? മനസ്സിൽ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതെങ്ങനെ കുറയ്ക്കണം എന്നുള്ള ചിന്തയായിരിക്കും കൂടുതലും. അതാണ് പ്രീ ഓക്കുപ്പൈഡ് വിത്ത് ബോഡി സൈസ് ആൻഡ് ഡിസ്റ്റർബ്ഡ് ബോഡി ഇമേജ്. എപ്പോഴും അതിനെപ്പറ്റി വേറെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾക്കൊന്നും തന്നെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ദ മൈൻഡ് വിൽ ബി ഓൾവേസ് പ്രീ ഓക്കുപ്പൈഡ് വിത്ത് ദിസ് ടൈപ്പ് ഓഫ് തോട്ട്സ് സച്ച് ആസ് ഹൗ ടു റെഡ്യൂസ് ദ വെയിറ്റ് ഫോർ മീ. ഓക്കെ, അതാണ് ക്ലിനിക്കൽ ഫീച്ചർ. ഇനി ഇതിൻ്റേതായുള്ള ഞാൻ പറഞ്ഞില്ല, ഇത്രയും ക്ലിനിക്കൽ ഫീച്ചേഴ്സൊക്കെ കാണിക്കുമ്പോൾ ഇത്രയും ബിഹേവിയർ പ്രോബ്ലം പേഷ്യൻ്റ് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അതായത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാൽന്യൂട്രീഷൻ ലീഡിങ് ടു ഡീഹൈഡ്രേഷൻ, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഡ്യൂ ടു പ്രൊലോങ്ഡ് സ്റ്റാർവേഷൻ, ദെൻ ഇൻക്രീസ്ഡ് സസെപ്റ്റബിലിറ്റി ടു ഇൻഫെക്ഷൻ. നമുക്കറിയാം വൈറ്റമിൻസും ന്യൂട്രീഷനും അഡിക്വേറ്റ് ബാലൻസ്ഡ് ആയിട്ടല്ല കഴിക്കുന്ന, പല വൈറ്റമിൻ ആൻഡ് മിനറൽ ഡെഫിഷ്യൻസി ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പം ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം ഇംബാലൻസിൽ പോകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒന്ന് ഹൈപ്പോ ആൽബുമിനീമിയ, അതായത് ബ്ലഡിലെ ആൽബുമിൻ്റെ ലെവൽ കുറയുന്നു, ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറയുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് ഹൈപ്പോ ആൽബുമിനീമിയയും അനീമിയയും ഉണ്ടാകാം. പിന്നെ വേറൊന്നാണ് ക്രോണിക് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, അതായത് അവിടെ നമുക്കറിയാം പെരിസ്റ്റോൾസിസ് ഒന്നും പ്രോപ്പർലി നടക്കുന്നില്ല, ആവശ്യത്തിന് ഫുഡ് ഉള്ളിലേക്ക് ചെല്ലുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ചിലപ്പം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഒക്കെ ഉണ്ടാകാം. അതായത് നമുക്ക് ഏത് ഓർഗനും ബോഡിയിലുണ്ട് അത് പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് GI ട്രാക്റ്റ് ഒന്നും പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്യുന്നില്ല, കാരണം അത് ഫുഡൊന്നും പ്രോപ്പർലി കഴിക്കുന്നില്ല, അതിനകത്തൂടെ ഫുഡൊന്നും കടന്നു പോകുന്നില്ല, പെരിസ്റ്റോൾസിസ് നടക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ എൻസൈം പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുന്നതാണ്. നമുക്കറിയാമല്ലോ, ഒരു കാറൊക്കെ ഒരുപാട് ഉപയോഗിക്കാതെ ചുമ്മാ ഒരു ഷെഡ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അത് എടുക്കുന്നുണ്ടെങ്കിൽ അത് തുരുമ്പിച്ചിരിക്കും, അത് ചിലപ്പം ശരിക്കും സ്റ്റാർട്ട് ആവത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ എന്തെല്ലാം ഓർഗൻ ഒരാൾക്കുണ്ടോ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഒരുമാതിരി ഡീറേഞ്ച്ഡ് ആയി പോവുകയും ഔട്ട്ഡേറ്റഡ് ആയി പോവുകയും അങ്ങനെയുള്ള ഇൻഎഫിഷ്യൻ്റ് ആയി പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈസോഫാഗൽ ഇറോഷൻസ് ആൻഡ് അൾസേഴ്സ്, അതെന്തുകൊണ്ടായിരിക്കും? കാരണം നമുക്കറിയാമല്ലോ, സ്റ്റൊമക്കിനകത്ത് HCl എന്നും പറഞ്ഞ ഒരു ആസിഡ് ഉണ്ടാകുന്നുണ്ട്, which aid in digestion as well as give a protection to the internal mucus, അല്ലേ? കൂടുതൽ എന്തെങ്കിലുമൊക്കെ മൈക്രോ ഓർഗാനിസം ഒക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെ കില്ല് ചെയ്യാനൊക്കെ ഒരു എക്സ്റ്റെൻറ്റ് വരെ ഈ HCl ഉപയോഗിക്കും. അതൊരു ആസിഡ് കണ്ടെയ്നിങ് സബ്സ്റ്റൻസാണ് HCl എന്ന് പറയുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് മൈനർ ഡിഗ്രിയിലുള്ള. പക്ഷേ അത് മ്യൂക്കസ് മെംബ്രെയിനെയൊക്കെ ഇറോഡ് ചെയ്യും, അത് കുറച്ചൊക്കെ ഡൈജസ്റ്റ് ചെയ്യും സ്റ്റൊമക്കിൻ്റെ ഇൻറ്റേർണൽ ലെയറിനെയും ഈസോഫാഗസിനെയൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് അവിടെ ഈസോഫാഗൽ ഇറോഷനും അൾസേഴ്സും ഒക്കെ സ്റ്റൊമക്കിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ബേണിങ് സെൻസേഷനും ഒക്കെ ഉണ്ടാകും, പിന്നെ അത് ഹൈപ്പറീമിക് ആകും, പിന്നെ അത് ഇറോഷനാകും, പിന്നെ അത് വേണമെങ്കിൽ പെർഫറേഷനിലും ഒക്കെ പോകാം. മനസ്സിലായോ? പിന്നെ അമിനോറിയ ആൻഡ് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ്, അതായത് അമിനോറിയ മീൻസ് പീരീഡ്സ് ഒക്കെ പ്രോപ്പർലി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാകുന്നേ ഇല്ല, അത് ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ലേറ്റർ ലൈഫ് കാരണമാകാം. പിന്നെ ബോൺ ഡെൻസിറ്റി പ്രോബ്ലം ആവശ്യത്തിന് കാൽസ്യമൊക്കെ ചെന്നെങ്കിലല്ലേ ബോൺ ഡെൻസിറ്റി ഈക്വൽ ഓക്കെ ആകത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഓസ്റ്റിയോപൊറോസിസ് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ ലൈഫ് ത്രെട്ടനിങ് കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ആൻഡ് ഹോർമോണൽ പ്രോബ്ലം. ലൈഫ് ത്രെട്ടനിങ് കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻ പറഞ്ഞാൽ കുറച്ച് മുമ്പേ പറഞ്ഞില്ല, ഹൈപ്പോകലീമിയ ഉണ്ടായാൽ അവിടെ അരിത്മിയ അങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് എല്ലാ ഓർഗനും പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ബോഡിയിൽ കിട്ടണം, അല്ലെങ്കിൽ പല ഓർഗൻ അതെന്താ പറയുന്നത്, അതിൻ്റെ ജോലി ചെയ്യാതെയും അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് അബ്നോർമൽ ആകാനും സാധ്യതയുണ്ട്. അപ്പം ഈ അനോറെക്സിയ നെർവോസ എന്ന് പറയുന്നത് അതൊരു ഇമ്പോർട്ടൻറ്റ് പോസിറ്റീവ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്തിട്ട് ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
മനസ്സിലായോ? അതാണ് കോംപ്ലിക്കേഷൻ. പിന്നെ ഇനി എങ്ങനെയാണ് പേഷ്യൻ്റ് ഇത് കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തണം. കാരണം പറഞ്ഞല്ലോ, ഇപ്പം തന്നെ അപ്പിയറൻസിൽ തന്നെ അറിയാം ആ കുട്ടി മാൽനറിഷ്ഡ് ആണ്. അപ്പം അങ്ങനെ വരുന്നുണ്ട്, വെയിറ്റ് ആവശ്യത്തിന് കാണത്തില്ല, അല്ലെങ്കിൽ പെയിലായിരിക്കും, അല്ലേ? അങ്ങനെ ഒത്തിരി ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസ് കുട്ടി കാണിക്കും. പിന്നെ ലാബ് ടെസ്റ്റ് എല്ലാം ചെയ്യണം ടു റൂൾ ഔട്ട് എൻഡോക്രൈൻ, മെറ്റബോളിക് ആൻഡ് CNS അബ്നോർമാലിറ്റി. ഇനി വേറെ ഏതെങ്കിലും ഈ പറയുന്ന എൻഡോക്രൈൻ പ്രോബ്ലം ആണോ, മെറ്റബോളിക് പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം പ്രോബ്ലം ആണോ ഇങ്ങനെയൊരു ലീനായിട്ടുള്ള കുട്ടിക്ക് ഉണ്ടാകുന്നതെന്ന് അറിയണമെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി വേറെ പല ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും ചെയ്യണം. പ്രത്യേകിച്ച് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ തന്നെ. കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ഇൻക്ലൂഡിങ് HB എസ്റ്റിമേഷൻ, ഇലക്ട്രൈറ്റ്സ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ബ്ലഡ് യൂറിയ നൈട്രജൻ, കൊളസ്ട്രോള്, ടോട്ടൽ പ്രോട്ടീൻ, മുമ്പ് പറഞ്ഞല്ലോ ആൽബുമിനീമിയയും അനീമിയ ഒക്കെ കുട്ടിക്കുണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ടെസ്റ്റുകളെല്ലാം തന്നെ ചെയ്യണം. പിന്നെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ടു റൂൾ ഔട്ട് അതർ കണ്ടീഷൻസ് ലൈക്ക് സബ്സ്റ്റൻസ് അബ്യൂസ്. അതായത് ഈ ചില ആൾക്കാർ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് വെച്ചാൽ മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും ഒക്കെ എടുക്കുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടല്ലോ. സൈക്യാട്രിയിൽ നമ്മളത് പിന്നെ പഠിക്കും. ആ ഡിസീസ് കണ്ടീഷനിൽ എപ്പോഴും ഇങ്ങനെ മയങ്ങി നടക്കുക, അല്ലാതെ ആവശ്യത്തിന് ഫുഡൊന്നും അവർ കഴിക്കത്തില്ല. ഈവൻ ആൽക്കഹോൾ എടുക്കുന്നവരാണെങ്കിലും ആൽക്കഹോളിന് അപ്പിറ്റൈറ്റിനെയൊക്കെ കുറയ്ക്കാനുള്ള ഒരു പ്രത്യേക ടെൻഡൻസി ഉണ്ട്. അങ്ങനെയുള്ള ആൽക്കഹോൾ കഴിക്കുന്നവരും മറ്റ് ലഹരി വസ്തുക്കളൊക്കെ കഴിക്കുന്നവരും ആവശ്യത്തിന് ഫുഡ് കഴിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് അതും ഈ പറയുന്ന അനർസിയ നെർവോസയുടെ ഒരു കാരണമാകണമെന്ന് കണ്ടെത്തണമെങ്കിൽ ഈ പറയുന്ന മറ്റ് ഈ അസസ്മെൻറ്റും കൂടെ നടത്തണം. വ്യക്തി ഒരു ആൽക്കഹോളോ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണോ എന്നും കൂടെ അറിയണം. ഓക്കെ, അതും ഒരു ഡയഗ്നോസ്റ്റിക് ഫാക്ടറാണ്. പിന്നെ ഇനി ട്രീറ്റ്മെൻറ്റ് നോക്കിയാൽ അതിനകത്ത് മെയിൻലി പേഷ്യൻറ്റിന് മെഡിസിൻ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഫാർമക്കോതെറാപ്പി വിത്ത് ന്യൂറോലെപ്റ്റിക്സ്, അതായത് സൈക്കാട്രിക് ഡ്രഗ്സ്, മെയിൻലി ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ്സാണ് കൊടുക്കുന്നത്. ആൻറ്റി ഡിപ്രസൻറ്റ് ആൻഡ് അപ്പിറ്റൈറ്റ് സ്റ്റിമുലൻസ്, അതായത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പിറ്റൈറ്റ് ഉണ്ടാകാൻ വേണ്ടിയുള്ള ചില അപ്പിറ്റൈറ്റ് സ്റ്റിമുലൻസ് ഒക്കെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്, ഇതൊക്കെ ഫാർമക്കോതെറാപ്പി വരും. അതായത് ട്രീറ്റിംഗ് വിത്ത് ദ യൂസ് ഓഫ് അപ്പിറ്റൈറ്റ് സ്റ്റിമുലൻസ്, ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ആൻഡ് ന്യൂറോലെപ്റ്റിക്സ് സച്ച് ആസ് ആൻറ്റി ഡിപ്രസൻസ്. മനസ്സിലായി? അവർക്ക് എന്തെങ്കിലും വേറെ സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്, ഡിപ്രസീവ് ഫാക്ടർ എന്തെങ്കിലും ഉണ്ടാവാം. അത് വീട്ടിൽ മറ്റുള്ളവരോടൊന്നും പറഞ്ഞിട്ടില്ലായിരിക്കും, എൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളായിരിക്കും. അപ്പോൾ ചിലപ്പം ഡോക്ടറിൻ്റെ അടുത്ത് അത് പറഞ്ഞെന്നിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡിപ്രസീവ് ഫാക്ടർ കൊണ്ടാണോ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നേക്കുന്നതെന്നുള്ളതിന് ക്ലൂ ഡോക്ടറിന് കിട്ടിക്കഴിഞ്ഞാൽ ഹി മേ യൂസ് ആൻ ആൻറ്റി ഡിപ്രസൻറ്റ്. മനസ്സിലായോ? ആ ഡിപ്രസീവ് സ്റ്റേറ്റ് ഓഫ് ദി മൈൻഡ് മാറ്റിയിട്ട് കുറേ കൂടെ ആക്റ്റീവ് ആകണം. അപ്പം കുറേ കൂടെ എനർജി റിക്വയർമെൻറ്റ് വേണം, കൂടുതൽ ആക്റ്റീവ് ആകുന്നുണ്ടെങ്കിൽ അപ്പോൾ കുട്ടിക്ക് ഒരു വിശപ്പ് തോന്നാം, ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷനും വരാം. പിന്നെ സൈക്കോളജിക്കൽ തെറാപ്പിയാണ് ഇതിൽ അതിനകത്ത് മെയിൻലി കൊടുക്കുന്ന ഇൻഡിവിജ്വൽ സൈക്കോതെറാപ്പി. ഒരു വ്യക്തിയെ മാത്രം ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് വേണ്ട സൈക്കോതെറാപ്പിയൊക്കെ കൊടുക്കുക. അതായത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുക, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, അതെങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കോൺസെപ്റ്റ് മാറ്റിയെടുക്കുന്നത്. അതിനൊരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയൊക്കെ കൊടുക്കണം. ദാറ്റ് ഈസ് ദ കോഗ്നിഷൻ മീൻസ് ദ തോട്ട് ഇൻ ദ പേഴ്സൺ ഈസ് അബ്നോർമൽ, അല്ലേ? ഡിഫക്റ്റീവ് ബോഡി ഇമേജ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു കുട്ടിയുടെ മാനസികമായിട്ടുള്ള ആ ഒരു ഐഡിയ മാറ്റിയെടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ് കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ തെറ്റായ ചിന്തകൾ മനസ്സിൽ നിന്നും മാറ്റിക്കളയണം. അതിനുവേണ്ടി കോഗ്നിറ്റീവ് തെറാപ്പി കൊടുക്കും. ആ കോഗ്നിറ്റീവ് തെറാപ്പിയുടെ ആഫ്റ്ററായിട്ട് കുട്ടി ബിഹേവിയർ മോഡിഫിക്കേഷനൊക്കെ നടത്തും, അല്ലേ? അങ്ങനെ വരുന്നതാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് അതിന് പറയാം, രണ്ടുകൂടെ ചേരുമ്പോൾ. പിന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ ചേർന്നുള്ള കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. പിന്നെ ഫാമിലി തെറാപ്പി എന്ന് പറയുമ്പോൾ ഈ കുട്ടിയോട് മാത്രമല്ല, വീട്ടിലും ഒരു കാരണക്കാരെങ്കിലും ഉണ്ടായേക്കാം. മനസ്സിലായോ? അപ്പോൾ ഈ കുട്ടിയെ മാത്രം ട്രീറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. വീട്ടിനകത്തുള്ള മറ്റ് മെമ്പേഴ്സ്, മേ ബി മദർ ഓർ ഫാദർ, അല്ലെങ്കിൽ അതിനെ ടേക്ക് കെയർ ചെയ്യുന്ന ആരാണോ വീട്ടിലുള്ളത്, സ്റ്റെപ്പ് മദറാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അമ്മ മരിച്ചുപോയ കുട്ടിയാകാം, വേറെ ആരെങ്കിലും കെയർ ഗിവിങ് പേഴ്സൺ ഉണ്ടാവാം വീട്ടിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളപ്പോൾ അവരെ വെച്ച് ഒരു ഫാമിലി തെറാപ്പിയും കൂടെ കൊടുക്കണം, അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനും ട്രീറ്റ് ചെയ്യാനും. ചിലപ്പോൾ ഈ പറയുന്ന കുട്ടിയായിരിക്കത്തില്ല ഇതിൻ്റെ മെയിൻ കാരണം, ഫാമിലിയിലെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവരെയും കൂടെ കൗൺസിലിംഗ് ചെയ്യുകയും അവരെ അവെയറാക്കുകയും ചെയ്യുന്നതും ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതിന് ഫാമിലി തെറാപ്പി എന്ന് പറയും. ഓക്കെ, പിന്നെ ഇനി നേഴ്സിംഗ് മാനേജ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. അത് വെച്ച് നമ്മൾ നേഴ്സിംഗ് കെയർ പ്ലാൻ ഉണ്ടാക്കണം. ഇതിനകത്ത് മെയിൻലി നേഴ്സിംഗ് മാനേജ്മെൻറ്റ് പറയുന്നത് എൻകറേജ് വെർബലൈസ് ദ ഫിയർ ആൻഡ് ആങ്സൈറ്റി റിലേറ്റഡ് ടു അച്ചീവ്മെൻറ്റ് ആൻഡ് ഫാമിലി റിലേഷൻഷിപ്പ്. അതായത് കുട്ടിയുടെ മനസ്സിൽ എന്തെങ്കിലും അതിനെ മാനസിക പ്രശ്നം ഉണ്ടാക്കുന്നോ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഏതെങ്കിലും കാരണമുണ്ടോ,
അതോ അത് അതിൻ്റെ ലൈഫ് എക്സ്പെക്റ്റേഷൻസ് ഒന്നും മീറ്റ് ചെയ്യാതെ ഒരു പക്ഷേ ആ കുട്ടി പരീക്ഷയിൽ തോക്കുകയോ അല്ലെങ്കിൽ വേണ്ട പെർഫോമൻസ് ഒക്കെ നല്ലപോലെ ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിൽ അതിന് കഴിയാതെ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഡിപ്രസിങ് ഫാക്ടേഴ്സ് അതിനുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായി. അതാണ് എൻകറേജിങ് ദ പേഴ്സൺ ടു വെർബലൈസ്. അതിൻ്റെ മനസ്സിലെ വികാരങ്ങളും വിചാരങ്ങളും മറ്റുള്ളവരോട് വെർബലൈസ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് എൻകറേജ് ദ പേഴ്സൺ ടു വെർബലൈസ് ദ ഫിയർ ആൻഡ് ആങ്സൈറ്റി റിലേറ്റഡ് ടു അച്ചീവ്മെൻറ്റ് ആൻഡ് ഫാമിലി റിലേഷൻഷിപ്പ്. ഫാമിലിയിൽ എന്തെങ്കിലും ആരുമായിട്ടെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമാണ്. ചിലപ്പോൾ അമ്മയോടുള്ള പ്രതികാരം തീർക്കുന്നത് ഒന്നും കഴിക്കാതെ കാണിച്ചിട്ടായിരിക്കും. മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അവരതിൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് നോക്കണം. പിന്നെ ഒരു കാര്യം, മെയിൻറ്റെയിൻ സ്ട്രിക്റ്റ് ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട്. അതായത് ആവശ്യത്തിനുള്ള ഫുഡ്, എത്രമാത്രം വെള്ളം അത് കുടിക്കുന്നുണ്ട്, എത്രമാത്രം അത് വെളിയിൽ പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുട്ടികളെ ചിലപ്പോൾ ഒക്കെ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്യും. മനസ്സിലായോ? ചില കാരണങ്ങൾ ഒത്തിരി അങ്ങ് മാൽനറിഷ്ഡ് ആണ്, കുട്ടിയെ വീട്ടിൽ വെച്ച് അഡ്വൈസൊക്കെ കൊടുത്താലും അത് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരും. ടു ഗിവ് ദ ക്ലോസ് സൂപ്പർവിഷൻ, ടു ഹാവ് ഡയറ്ററി മാനേജ്മെൻറ്റ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ അവോയ്ഡ് ഡിസ്കഷൻ ദാറ്റ് ഫോക്കസ് ഓൺ ഫുഡ് ആൻഡ് വെയിറ്റ്. എപ്പോഴും നമ്മൾ ഫുഡിൻ്റെയും വെയിറ്റിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിസ്ട്രസിങ് ടു ദ ചൈൽഡ്. അപ്പം ഒരു പോസിറ്റീവ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില ഫുഡൊക്കെ അത് കഴിക്കുന്നതിന് ഇഷ്ടമായിരിക്കും, ചില സിറ്റുവേഷൻസിൽ അത് ഫുഡിൻ്റെയൊക്കെ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഏതാണെന്ന് കണ്ടെത്തി അതിനെ എൻകറേജ് ചെയ്യണം. അല്ലെ നീ ഇങ്ങനെ ആയിപ്പോയല്ലോ, എങ്ങനെയാണ് നീ അങ്ങനെ പറഞ്ഞ് അതിനെ കൂടുതൽ ഡിപ്രസ്ഡ് ആക്കാതെ അതിൻ്റെ എന്തെങ്കിലും ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും പോസിറ്റീവ് ഫാക്ടർ, അത് വിച്ച് വിൽ ഇംപ്രൂവ് ദ കണ്ടീഷൻ ഓഫ് ദി ചൈൽഡ്, അത് കണ്ടെത്തി അതിനെ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുക, എപ്പോഴും അതിനെ കുറ്റപ്പെടുത്താതെ. ഓക്കെ. പിന്നൊന്ന്, ഫോക്കസ് ഓൺ ഷോർട്ട് ടേം മാനേജ്മെൻറ്റ് ടു എൻഷുർ വെയിറ്റ് ഗെയിൻ. അതായത് പെട്ടെന്ന് കലോറി റിക്വയർമെൻ്റ് ഒക്കെ ഒത്തിരിയുള്ള ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ചില ഷോർട്ട് ടേം മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം വെയിറ്റ് ഗെയിനിന് വേണ്ടി. പിന്നെ സ്ട്രെസ്ഫുൾ ട്രീറ്റ്മെൻറ്റ് ഓൺ ഹോസ്പിറ്റലൈസേഷൻ സക്സസ്ഫുൾ ട്രീറ്റ്മെൻറ്റ് ഓൺ ഹോസ്പിറ്റലൈസേഷൻ ഡിപ്പെൻഡ് ഓൺ ഗുഡ് നഴ്സിംഗ് കെയർ. അതായത് നേഴ്സസിന് കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് ഇൻട്രസ്റ്റ് കാണിച്ച്, കാരണം ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ഡിസീസ് കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഫിസിക്കൽ ഇൽനെസ് ഉള്ള കുട്ടിയെ കാണുന്ന പോലൊന്നും അല്ല. അത് കുറച്ച് ഈ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ കുട്ടി എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് അറിഞ്ഞ് അവരെ എൻകറേജ് ചെയ്ത് അവരുടെ മനസ്സിൻ്റെ അവസ്ഥകൾ എലിവേറ്റ് ചെയ്ത് അവരുടെ സന്തോഷപരമായിട്ടുള്ള സിറ്റുവേഷൻസിനൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു കമ്പനിയൊക്കെ ആയി നല്ലൊരു കെയർ കൊടുക്കാൻ ചില ഹോസ്പിറ്റൽ സിറ്റിങ്സിൽ വെച്ച് ചില സിസ്റ്റേഴ്സിന് കഴിയും. മനസ്സിലായി? അവരെ കെയർ ചെയ്യുന്ന സിസ്റ്റേഴ്സിന് കഴിയും. അപ്പോൾ അവർ കുറേ കൂടെ ഹാപ്പി ആകും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ മോട്ടിവേഷൻ ഉണ്ടാകും ലൈഫിനെ പറ്റി. അല്ലെങ്കിൽ ഈ വെയിറ്റ് പ്രോബ്ലം മാറ്റിയെടുത്തിട്ട് നല്ല ഇച്ചിരിയുടെ വെണ്ണമൊക്കെ വെക്കണം, അങ്ങനെയുള്ള അതിൻ്റെ നീഡ് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, എന്തെല്ലാം കോംപ്ലിക്കേഷൻ അത് എന്നിലുണ്ടാക്കാം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ അതിൻ്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് കുറേ ഇമ്പ്രൂവ് ചെയ്യും ബിഹേവിയർ വൈസിൽ. മനസ്സിലായോ? പിന്നെ സൂപ്പർവൈസ് ഈറ്റിംഗ്. അതായത് നമ്മൾ എന്തെങ്കിലും ഫുഡ് ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ നിന്നോ അല്ല വീട്ടിൽ നിന്നോ കുട്ടി കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് റൂമിലെത്തുന്നുണ്ട്, അത് കഴിക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ? അതല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞ് ബാത്റൂമിൽ പോയി അതെല്ലാം വൊമിറ്റ് ചെയ്ത് കളയുകയാണെന്ന് അറിയണ്ടേ? ഇതൊക്കെ അറിയണമെങ്കിൽ കോൺസ്റ്റൻ്റായിട്ട് സൂപ്പർവൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. ചില ഹോസ്പിറ്റലായി ചില മാനേജ്മെൻറ്റിനകത്തുണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒരു 2 hours കുട്ടിയെ ബാത്റൂമിൽ നിന്നും പോകാൻ സമ്മതിക്കത്തില്ല. എന്തെന്ന് വെച്ചാൽ അറിയാൻ പറ്റത്തില്ല അത് ബാത്റൂമിൽ പോയി ഛർദ്ദിച്ച് കളയുകയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഒരു 2 hours കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഡൈജഷനൊക്കെ ആകത്തില്ലേ. അപ്പോൾ അന്നേരം കുറേ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഡൈജസ്റ്റഡ് ആകും. അപ്പോൾ അങ്ങനെയുള്ളപ്പം ചിലത്ത് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഓക്കെ. സോ പ്രൊവൈഡ് ബാലൻസ് ഡയറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 300 calories പെർ ഡേ, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അത് പിന്നെ ഇറ്റ് ഈസ് ഇൻ ഏർലി സ്റ്റേജസ് സൂപ്പർവൈസ് ടു അച്ചീവ് ഗോൾ ഓഫ് എ വെയിറ്റ് ഓഫ് 0.5 to 1 kg പെർ വീക്ക്. ഒരാഴ്ചയിൽ 1 kilo എങ്കിലും മാക്സിമം വെയിറ്റ് ഗെയിൻ ചെയ്യത്തക്കണ്ണുള്ള ഫുഡ് കൊടുക്കണം. മനസ്സിലായോ? പിന്നെ ചെക്ക് വെയിറ്റ് ഡെയിലി ആൻഡ് മോണിറ്റർ ദ സീറം ഇലക്ട്രോലൈറ്റ് ലെവൽസ് ആൻഡ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഫോർ കോൺസ്റ്റിപ്പേഷൻ, അമനോറിയ, ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് ഹൈപ്പർ ടെൻഷൻ. ഇങ്ങനെയുള്ള അഡ്വേഴ്സ് സിംറ്റംസ് ഒക്കെ കുട്ടിക്ക് ഉണ്ടാകാമെന്നുള്ളതുകൊണ്ട് അത് ചെക്ക് ചെയ്യണം. വെയിറ്റ് ഡെയിലി നോക്കണം. പിന്നെ കൺട്രോൾ ഇൻഡ്യൂസ്ഡ് വൊമിറ്റിംഗ് ബൈ മേക്കിംഗ് ദ ബാത്റൂം ഇൻഅക്സസിബിൾ ഫോർ അറ്റ്ലീസ്റ്റ് 2 hours ആഫ്റ്റർ ഫുഡ്. അത് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത്. അതായത് ഒരു ആഹാരം കഴിച്ചു കഴിഞ്ഞ് 2 മണിക്കൂർ നേരത്തേക്കെങ്കിലും ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ചാൻസ് കൊടുക്കരുത്.
അത് ഇൻആക്സസിബിലിറ്റി, അതായത് അവിടെ പോയി ആരും കാണാതെ അത് വൊമിറ്റ് ചെയ്ത് കളയാനൊക്കെ ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഒരുപക്ഷെ ഔട്ട്വേർഡ്ലി ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല, പക്ഷേ അങ്ങനെയും ചെയ്യാം ചില പേഷ്യൻസ്. ഓക്കെ. പിന്നെ ഇൻ എക്സ്ട്രീം കേസസ് വെൻ ദ പേഷ്യൻറ്റ് റെഫ്യൂസസ് ടു ഈറ്റ് ആൻഡ് കംപ്ലൈ വിത്ത് ദ ട്രീറ്റ്മെൻറ്റ്, ഗവാജ് ഫീഡിങ് മേ ബി നീഡഡ്. എന്തുവാ ഗവാജ് ഫീഡിങ്? NGT ഫീഡിങ് കൊടുക്കണമെന്ന്. അതായത് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം, ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം വയറ്റിലെത്തത്തക്കവണ്ണം നമ്മൾ NGT ഇട്ട് ഫീഡ് ചെയ്യുക. അത് പേഷ്യൻസ് കോപ്പറേറ്റ് ചെയ്യാതിരിക്കുമ്പോഴോ ഒത്തിരിയും മാൽനറിഷ്ഡൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് ഒത്തിരി ഡേഞ്ചറസ് സിറ്റുവേഷനിലൊക്കെ പോകുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ കുട്ടിയെ എൻകറേജ് ചെയ്ത് കഴിപ്പിച്ചാൽ മതി. ഓക്കെ, അതാണ് നേഴ്സിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, അപ്പം നമ്മളിപ്പം ഇതിനകത്ത് അനറെക്സിയ നെർവോസയുടെ എല്ലാം പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈറ്റിംഗ് ഡിസോർഡറിനകത്ത് ഏറ്റവും എന്തൊക്കെയാണെന്നും, വാട്ട് ഈസ് ഈറ്റിംഗ് ഡിസോർഡർ, എത്ര തരമുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഏതാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അനറെക്സിയ നെർവോസ. അത് അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികൾക്കാണ് കൂടുതലുണ്ടാകുന്നത്. അന്നേരം അവരെന്തെല്ലാം കാര്യങ്ങളാണ് കാണിക്കുന്നതെന്നുള്ള ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. അവരുടെ കോൺസെപ്റ്റ് എങ്ങനെയാണ്, ബോഡിയെപ്പറ്റി അബ്നോർമൽ കോൺസെപ്റ്റാണ്, അതുകൊണ്ടൊന്നും കഴിക്കത്തില്ല. അവർക്ക് ഒത്തിരി വണ്ണം വെച്ച് പോകുമെന്ന് പേടിയാണ്, ഭയമാണ്. അതുകൊണ്ട് വണ്ണം കൂടാനുള്ള എല്ലാ മെഷേഴ്സും അവർ നോക്കും. മനസ്സിലായി ഏതൊക്കെ മെഷേഴ്സ് അവർ ചെയ്യുന്നത് നമ്മൾ മനസ്സിലായല്ലോ. പിന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഹാർട്ട് ഡിസീസ് വരെ പോകാം, പിന്നെ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഡിസീസ് ഉണ്ടാകാം, പിന്നെ അല്ലെങ്കിൽ അവർക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വരെ അതുണ്ടാക്കാം. മനസ്സിലായി. അപ്പോൾ അവരുടെ കോൺസെപ്റ്റ് മാറ്റാൻ വേണ്ടി ഈ തെറാപ്പി കൊടുക്കുന്നത് ആദ്യമേ അക്യൂട്ട് സിംറ്റംസ് ഒക്കെ മാറ്റാൻ വേണ്ടി മെഡിക്കൽ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യും. അതുകൂടാതെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അവരുടെ ആ ചിന്താഗതി മാറ്റിയെടുക്കാൻ വേണ്ടും അതനുസരിച്ച് അവരുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. പിന്നെ ഫാമിലി തെറാപ്പി, വീട്ടിലുള്ള വേറെ ആർക്കെങ്കിലും ഇതിനകത്ത് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് റോളുണ്ടോ എന്ന് നോക്കിയിട്ട് അവരെയും കൂടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാക്കണം. അപ്പം എന്നിട്ട് ഏറ്റവും അവസാനം ഇതൊന്നും പറ്റുന്നില്ല, കുട്ടി ഒത്തിരി പത്തറ്റിക് കണ്ടീഷനിലാണ്, ഡേഞ്ചറസ് സ്റ്റേജിലാണെങ്കിൽ കുട്ടിക്ക് ഗ്യാസ്ട്രിക് ലവാജ് വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഈ പറയുന്ന അനറെക്സിയ നെർവോസ എന്ന് പറയുന്നത് മോർട്ടാലിറ്റി ഉണ്ടാക്കാവുന്ന ഒരു സൈക്കാട്രിക് പ്രോബ്ലം ആണ്. അതുകൊണ്ട് ഓക്കെ, സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ ഈറ്റിംഗ് ഡിസോർഡർ അനറെക്സിയ നെർവോസ. സോ ഗോ ത്രൂ ഇറ്റ് properly and also let me know how much you understood about it. Okay.